നമ്മൾ സാധാരണയായിട്ട് പന്ത് കളിക്കാറുള്ളത് വൈകുന്നേരമാണ്. വൈകുന്നേരത്ത് അല്പം സാഹിത്യം ചേർത്ത് പറഞ്ഞാൽ സായാഹ്ന സൂര്യനെ സാക്ഷി നിർത്തിയാണ് വിനീതിന്റെ ഗോളൊക്കെ ഓർമ്മയില്ലേ? കമൽക്ക് അതൊക്കെ വലിയ ഇപ്പം പ്രൊഫഷണലൊക്കെ കളിക്കുമ്പോഴാണ് സ്കൂളിലെ കുട്ടികളൊക്കെ നട്ടുവെച്ചൊക്കെ കളിക്കുന്നത്. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഫുട്ബോൾ സെഷൻ വരുന്നത് ഏകദേശം നട്ടുച്ച സമയത്താണ്. ക്രിക്കറ്റൊക്കെ ഈ സമയത്ത് കളിക്കാറുണ്ട്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മെൽബണിൽ. ഫുട്ബോളിലേക്ക് വരുമ്പോൾ ഫുട്ബോളിന്റെ പ്രത്യേകത നേരത്തെ ആമുഖത്തിൽ സീതു പറഞ്ഞത്, അതായത് ലോകത്ത് എത്രമാത്രം രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം വേരുള്ള ഗെയിമാണ് ഫുട്ബോൾ. എല്ലായിടത്തും മറ്റൊരു കായിക ഇനത്തിനും അത്തരത്തിലുള്ള ഒരു ചരിത്രമില്ല. അപ്പൊ നമ്മള് ഇന്ത്യയുടെ ദേശീയ ഗെയിം ഏത് എന്ന് ചോദിച്ചാൽ അത് ഹോക്കിയാണ്. പക്ഷെ ഹോക്കിയേക്കാൾ വളരെ ഇന്ത്യയിൽ ആരാധകരുള്ള ഗെയിം എന്ന് പറഞ്ഞാൽ അത് ഫുട്ബോളാണ്. അപ്പൊ ഫുട്ബോളിന്റെ ഒരു വിലാസം എന്ന് പറഞ്ഞാൽ ആഗോള ഗെയിമാണ് ഫുട്ബോൾ. ആ ഫുട്ബോള് നമ്മള് ലോകകപ്പിന്റെ വേദി എടുക്കുകയാണെങ്കിൽ എത്രയോ ലോകകപ്പുകൾ നടന്നു. ആ ലോകകപ്പില് ഒരു തവണ പന്ത് തട്ടാൻ അവസരം ലഭിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. അവസരമാണ് ലഭിച്ചത്. ഇത് ലഭിക്കാനുള്ള ചരിത്രം ഞങ്ങൾ ഫുട്ബോൾ ചരിത്രം പിന്തുടരുന്നവരാണെങ്കിൽ വളരെ കൃത്യമായിട്ട് അറിയാം. അതിനൊരു കാരണം 1950 ബ്രസീലായിരുന്നു ആ വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പ് ബ്രസീലിലായതുകൊണ്ട് പല ക്വാളിഫൈഡ് നാഷൻസും പിൻവാങ്ങി, എത്തില്ല എന്നറിയിച്ചു. അങ്ങനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു. ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അന്ന് നമ്മുടെ ഫുട്ബോളിനെ ഭരിച്ചവർ 50 ഞാൻ പറയുന്ന ഈ കഥ, നമുക്ക് ബൂട്ടിട്ട് കളിച്ച് പരിചയമില്ല. അല്ലെങ്കിൽ ബ്രസീൽ പോലെ വലിയ ഒരു രാജ്യത്തേക്ക് ഏകദേശം ധാരാളം ദിവസം കപ്പൽ യാത്ര നടത്തി അവിടെ എത്തി കളിക്കുമ്പോഴേക്കും വലിയ പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് മുതൽ ഉടക്കിട്ടതാണ്. അന്ന് മുതൽ എന്ന് ഞാൻ പറയാനൊരു കാരണം, ഈ 50 കഴിഞ്ഞ് 1950 കഴിഞ്ഞ് 56 വന്നാൽ 6 വർഷം കഴിഞ്ഞാൽ ഇന്ത്യ ഒളിമ്പിക്സ് ഫുട്ബോളിന്റെ സെമി ഫൈനൽ കളിച്ച ടീമാണ്. ഓർക്കുക, അതായത് 1956 ഞാൻ നേരത്തെ പറഞ്ഞ മെൽബൺ എന്ന് പറയുന്ന അതേ സിറ്റിയിൽ ഒളിമ്പിക്സ് നടന്നപ്പോഴും ഇന്ത്യ സെമി കളിച്ചു. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ നേട്ടം അതാണ്, ഒളിമ്പിക്സ് സെമി ഫൈനൽ. അന്ന് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ലോകകപ്പിനേക്കാൾ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഫുട്ബോൾ സംഭവമാണ് ഒളിമ്പിക്സ്. ആ ഒളിമ്പിക്സിൽ 4-ലെത്തിയില്ല, അവസാനം 4. അവിടെ നമ്മൾ തോറ്റുപോയാണ്, സെമിയിൽ തോറ്റുപോയി, പിന്നെ നമ്മൾ പോയി. അപ്പൊ നമ്മൾ അങ്ങനെ ആ 56 കഴിഞ്ഞ് ഞാനും CK വിനീത് എന്ന് പറയുന്ന നമ്മുടെ ഫുട്ബോളില് ഏറ്റവും മനോഹരമായി കളിക്കുന്ന നല്ല ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിനീത് നിഷേധി ഞാൻ ചെറുപ്പൊക്കെ കഴിഞ്ഞെന്നൊക്കെ പറയും, പക്ഷെ കുഴപ്പമില്ല. 24 വരുമ്പോൾ നമ്മുടെ ഫുട്ബോൾ എവിടെയാണ്? അടുത്ത വർഷം കഴിഞ്ഞ് 2025 2026 വേൾഡ് കപ്പ് വർഷം. ലോകത്തിലെ ഏറ്റവും വലിയ 3 രാജ്യങ്ങൾ അമേരിക്ക, മെക്സിക്കോ, കാനഡ. ഈ 3 രാജ്യങ്ങളിലായിട്ട് 2026 വേൾഡ് കപ്പ് നടക്കുമ്പോൾ 48 രാജ്യങ്ങളുണ്ട്. 32 രാജ്യങ്ങളാണ് ഇതുവരെ വേൾഡ് കപ്പ് ഇങ്ങനെ കളിച്ചു വന്നത്. ഏറ്റവും അവസാനം ഖത്തറിൽ കളിച്ചത് 32 രാജ്യങ്ങളാണ്. 26 അത് 48. ഈ 48 പോലും ഒരു ചെറിയ സ്ഥാനം പോലും ഇന്ത്യക്കില്ല. അത് നമ്മൾ അവിടെയാണ് തുടങ്ങുന്നത്. വിനീത്, എന്താണ് ഈ താഴോട്ട് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞ ഇതിനൊക്കെ ഉത്തരമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം താഴോട്ടേക്ക് വന്നിട്ടുണ്ടോ അതോ നമ്മള്
ഒരു സ്ഥലത്ത് നിന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം പണ്ട് ഈ 50 ഒക്കെ പറയുന്ന സമയത്ത് അത്രയധികം ടീമുകൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യ മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ പോലും ഇപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു 150ഓളം ടീമുകൾ ഇപ്പോൾ വേൾഡ് കപ്പ് അല്ലെങ്കിൽ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ ഈ പറയുന്ന 48 വരുന്നത്. ഇന്ത്യ ഇപ്പോഴും അന്ന്, അതായത് 1950 എവിടെ നിന്നോ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കാര്യങ്ങളാണ്. ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികളെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ വരുന്നത് ഈ അടുത്ത കാലത്താണ്. അതിനു മുന്നേ നമ്മുടെ നാട്ടില് ഇപ്പം വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ കേരളത്തിന്റെ മാത്രം കാര്യങ്ങൾ പറഞ്ഞാൽ, നമുക്ക് പണ്ട് എന്റെ പ്രായത്തിൽ അല്ലെങ്കിൽ എന്റെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് സമ്മർ കോച്ചിങ് ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇന്ന് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇന്നിപ്പോ ISL വന്നതുകൊണ്ട് നാട്ടിൽ മറ്റേ മഴയത്ത് കൂണ് മുളക്കുന്ന പോലെ അക്കാദമികൾ ഉണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കളിക്കാൻ ഗ്രൗണ്ടുകളില്ല. പണ്ടുണ്ടായിരുന്ന സ്കൂളുകളിൽ പോലും ഇപ്പം പ്രത്യേകിച്ച് കുട്ടികൾ കളിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പഴയ ഗ്രൗണ്ടുകളൊക്കെ ഇപ്പൊ കെട്ടി അടിച്ചു നിരത്തി എല്ലാം ബിൽഡിങ്ങുകളാക്കുന്ന സമയമാണ്. അവിടെ നിന്ന് നമ്മൾ വേൾഡ് കപ്പ് കളിക്കണം എന്ന് പറയുന്നതൊന്നും പ്രാക്ടിക്കലി എത്രത്തോളം പോസിബിൾ ആണ്? നമ്മളിപ്പം ഓരോ വേൾഡ് കപ്പ് വരുമ്പോഴും അടുത്ത വേൾഡ് കപ്പ് നമ്മൾ ക്വാളിഫൈ ചെയ്യുമെന്നുള്ള അവകാശവാദങ്ങൾ നമ്മൾ അസോസിയേഷനും നമ്മുടെ ഫെഡറേഷനും ഒക്കെ നടത്തുന്നതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ചു അല്ലെങ്കിൽ ഇത്ര നാൾ കളിച്ചു, ടോപ്പ് ലെവലിൽ കളിച്ചു എന്നുള്ള രീതി ഞാൻ ഇപ്പൊ അടുത്തൊന്നും ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്നത് സ്വപ്നം പോലും കാണുന്നില്ല. കാരണം അതിനുവേണ്ടി നമ്മൾ ആരും ശ്രമിക്കുന്നില്ല. നമ്മളെല്ലാവരും പറയുന്നു എന്നുള്ളത് വളരെ കറക്റ്റാണ്. നമ്മൾ ആരും അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടോപ്പ് ലെവലിലെ പ്ലേയേഴ്സിനെ വെച്ചിട്ട് നമുക്ക് വേൾഡ് കപ്പ് കളിക്കാൻ എന്തായാലും പറ്റില്ല. കാരണം അവർക്കൊക്കെ അടുത്ത വേൾഡ് കപ്പ് വരുമ്പോഴേക്കും പ്രായം കഴിയും. നമ്മൾ ചെറിയ കുട്ടികളെ, അതായത് ഇപ്പോൾ ഒരു 5 or 6 വയസ്സുള്ള കുട്ടികളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവരൊരു 18 വയസ്സ് 19 വയസ്സാകുമ്പോഴേക്ക് അവരെ ഏറ്റവും ടോപ്പ് ലെവലും നിങ്ങൾ പുറത്ത് നോക്കിയാൽ മനസ്സിലായി. ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്ലെയറാണ് മെസ്സി എന്ന് പറയുന്നത്. മെസ്സി ഏറ്റവും ടോപ്പിൽ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ കളിച്ചത് മെസ്സിയുടെ എനിക്ക് തോന്നുന്നു 16 വയസ്സ് തൊട്ട് 28 വയസ്സ് വരെയുള്ള സമയത്തായി. 16 വയസ്സിലാണ് ഇന്ത്യയിൽ ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഒരു കുട്ടി കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 16 വയസ്സിലാണ്. പുറത്തൊക്കെ എടുത്താൽ അവർ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇപ്പം ബാഴ്സലോണയിൽ കളിക്കുന്ന പ്ലെയർ അവന് 16 വയസ്സേ ഉള്ളൂ അല്ലെങ്കിൽ 17 വയസ്സേ ഉള്ളൂ. അവരൊക്കെ ഏറ്റവും ടോപ്പ് ലെവലാണ്. നമ്മളെ കുട്ടികൾ ഇപ്പോഴും അമ്മേന്റെയും അച്ഛൻ്റെയും ഒക്കെ എത്താണ് 16 വയസ്സിൽ. അത് നമ്മളെ കൾച്ചറിന്റെ പ്രശ്നമുണ്ട്. നമ്മളെ ഇതൊന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതൊന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. നമുക്ക് സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അതെങ്ങനെ എത്തിപ്പിടിക്കണം എന്നുള്ള ശ്രമങ്ങൾ. മെസ്സിയെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. മെസ്സിനെ ഇഷ്ടപ്പെട്ടില്ല. അതായത് നമ്മുടെ സർക്കാർ പറയുന്നത്, നമ്മുടെ കായിക മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. 150 കോടി പ്ലസ് 50 കോടി, ഒരു 200 കോടി. അർജന്റീന വേൾഡ് ചാമ്പ്യൻസ് ആണ്. ആ വേൾഡ് ചാമ്പ്യൻസിനെ കേരളത്തിൽ എത്തിക്കാൻ 200 കോടിയോളം രൂപ. നമ്മൾ ആരും മെസ്സിക്കെതിരല്ല. എൻ്റെ ഒരു അപൂർവ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ മെസ്സിയെ ഇന്റർവ്യൂ ചെയ്ത ഒരാളാണ് 2014 വേൾഡ് കപ്പിൽ. അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും പറ്റിയ വലിയ എൻ്റെ ഒരു കരിയറിൽ ഏറ്റവും നല്ല മുഹൂർത്തമാണ്. അപ്പോൾ നമുക്കൊക്കെ മെസ്സി ഇഷ്ടമാണ്, അർജന്റീന ഇഷ്ടമാണ്. അപ്പോൾ ആ അർജന്റീനിയൻ ടീമിനെ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു 200 കോടി ചെലവഴിച്ച് കൊണ്ടുവന്ന് മെസ്സി കളിച്ചാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ഇത് ഞാനും ക്ലാരിഫൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മെസ്സി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ പല ഫുട്ബോളേഴ്സും, ഈവൻ അനസാവട്ടെ ആഷിഖാവട്ടെ, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ മെസ്സി വരുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായി. നമ്മളെ ഫാൻസ് അല്ലെ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതിനൊക്കെ കണ്ടിട്ടുള്ളത് നെഗറ്റീവായിട്ടാണ്. അത് ഞങ്ങളൊക്കെ മെസ്സി വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ് അവരൊക്കെ അതിനെ കണ്ടിട്ടുള്ളത്. പക്ഷേ അത് നേരെ തിരിച്ചാണ്. മെസ്സി വരണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ. എനിക്ക് പറ്റുവാണെങ്കിൽ, കാരണം എന്റെ ചിലപ്പോൾ കോൺടാക്ട് വെച്ചിട്ട് എനിക്ക് ചിലപ്പോൾ മൂപ്പരെടുത്ത് പോയി ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 കൊല്ലത്തിന് മേലെയായി മെസ്സി വരുന്നു എന്ന് എല്ലാ മാസവും പത്രങ്ങളിൽ വാർത്ത വരുന്നതോ മന്ത്രിയുടെ ഒരു കമന്റ് വരുന്നതുമായിട്ട്. കമാൽക്ക പത്രക്കാരനാണ്. എല്ലാ മാസവും നിങ്ങൾ മെസ്സിനെ കുറിച്ച് വാർത്ത കൊടുക്കുന്നുണ്ട്. അതിന്റെ പുറകിൽ ഉള്ള ഈ ഫുട്ബോളിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? നമ്മളത് ചർച്ച ചെയ്ത ഞാൻ ആ ചർച്ചക്ക് തുടക്കമിട്ട ഒരാള്. അതായത് നമ്മുടെ കായിക മന്ത്രി അർജന്റീനിയൻ ടീമിനെ ക്ഷണിക്കാനായിട്ട് സ്പെയിനിലേക്ക് പോകുന്നു. അപ്പൊ ഞാൻ എൻ്റെ ഒരു FB പോസ്റ്റിൽ ഒരു ചോദ്യം ചോദിച്ചു, അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനെ ക്ഷണിക്കാനായിട്ട് സ്പെയിനിലേക്കാണോ പോവേണ്ടത്? കാരണം അർജന്റീന മറ്റൊരു കൺട്രിയാണ്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഭാരവാഹികളൊക്കെ ഉള്ളത് ബ്യൂണസ് ഐറിസിലാണ്.
അപ്പോൾ ബ്യൂണസ് അയർസിലുള്ളവരെ കാണാൻ സ്ക്രീനിൽ ആരെയാണ് കണ്ടത് എന്ന് ചോദിച്ചത്. ഒരു മാർക്കറ്റിംഗ് ഒരു ഇതിനെയാണ് കണ്ടത് എന്നുള്ളതാണ്. അവിടെ തുടങ്ങിയാണ് ഇതിൻ്റെ ഒരു വിവാദമുണ്ട്. അതായത് നമ്മളിൽ ചിലർ മെസ്സിക്കെതിരാണ്, മെസ്സി ഇങ്ങോട്ട് വരുന്നതിനെതിരാണ്, അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയമായ ഉത്തരമാണ് പലരും ചോദിച്ചത് പറയുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ വാർത്ത വിനീത് എന്നോട് ചോദിച്ച ഒരു ചോദ്യം, സാധാരണഗതിയിൽ പത്രക്കാരൻ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും, വിനീത് ഇങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചോട്ട് പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പത്രക്കാരനെ കിട്ടാൻ കാത്തു പോയി ചോദിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ മാസവും ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ കമന്റ് കൊടുക്കും, മെസ്സി അടുത്ത മാസം വരും, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ മാസം വരും, അല്ലെങ്കിൽ മെസ്സിയും ഫാമിലിയും ഒക്കെ ഇങ്ങോട്ട് വരുന്ന ആലപ്പുഴയിൽ പോയിട്ട് പോകും. ഇതൊക്കെ നിങ്ങൾ സാധാരണ കൊടുക്കുന്ന ഇതാണ്, മെസ്സിക്ക് ഇഷ്ടപ്പെട്ടത് അയിലയും അല്ലെ ബീഫും പൊറോട്ടയും, ഇതാണ് നിങ്ങൾ കൊടുക്കുന്ന വാർത്ത. പക്ഷെ അതിന്റെ പുറകെ, അതായത് സാധാരണ ഇപ്പം നമ്മളെ ഫുട്ബോളിനൊക്കെ സന്തോഷ് ട്രോഫി നടക്കുന്നത്, എത്ര പത്രങ്ങളിൽ സന്തോഷ് ട്രോഫിനെ കുറിച്ച് വാർത്ത വരുന്നത്, എത്ര പത്രങ്ങളിൽ നമ്മളെ ബാക്കിയുള്ള സ്പോർട്സ്, അതായത് ഈ മെസ്സി വരുന്നത് മാറ്റി നിർത്തിയാൽ കേരളത്തിലുള്ള സ്പോർട്സിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് എത്ര പത്രങ്ങളിൽ എത്ര മീഡിയകൾ ചർച്ച ചെയ്യാറുണ്ട്. മെസ്സി എന്നുള്ളത് ഒരു ടോപ്പിക്കാണ്, ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട പോയിന്റ് ആണെങ്കിൽ പോലും അതിലും ഇമ്പോർട്ടൻ്റ് ആണ്. മെസ്സി ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് ഇവിടെ ഉണ്ടാവും, അയാൾ വന്ന് പോകും. അതിനുശേഷം ഇവിടെയുള്ള സ്പോർട്സ് ഉണ്ട്, ഇവിടെയുള്ള സ്പോർട്സ് പേഴ്സൺസ് ഉണ്ട്, ഇവിടെ സ്പോർട്സ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ ജീവിതങ്ങളെ കുറിച്ച് നമ്മളെ പത്രക്കാരോ അല്ലെങ്കിൽ നമ്മളെ ഈവൻ സർക്കാർ തന്നെ എത്രത്തോളം സംസാരിച്ചിട്ടുണ്ട്, എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങള് ഫുട്ബോൾ പ്ലേയേഴ്സ് എന്നുള്ള രീതിയിൽ എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പണ്ട് ആഷിക്ക് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് മലപ്പുറത്ത് ഫുട്ബോൾ ഗ്രൗണ്ടിനെ പറ്റിയിട്ട്. ഇപ്പം SLK നടന്നു, ഞാൻ കോട്ടപ്പുറത്ത് ട്രെയിനിങ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അത് മെയിൻ്റെനൻസ് ഭയങ്കര മോശമാണ്. ഒരുവിധം ഈ കേരളത്തിലെ എല്ലാ ഗ്രൗണ്ടുകളെയും മെയിൻ്റെനൻസ് ആണ്. നമ്മൾ എന്താ പറയുക, ആഴ്ച പുതിയ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയും, പക്ഷെ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല. എൻ്റെ നാട്ടിൽ കൂത്തോറുണ്ട് ശൈലജ ടീച്ചർ പുല്ല് വെച്ച് പണിത സ്റ്റേഡിയം ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രൊമോട്ട് ചെയ്ത് ഇനാഗുറേറ്റ് ചെയ്ത സ്റ്റേഡിയം. ഇന്നിപ്പോ നിങ്ങൾ പോയി നോക്കി, അല്ലെ രാവിലെ ഞാൻ അതിന്റെ തൊട്ടടുത്ത ട്രെയിൻ ചെയ്യുന്നത്, രാവിലെ പോയി നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു പുല്ല് പോലും കാണാൻ പറ്റാനില്ല. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൗണ്ടിന്റെ അവസ്ഥ ഇതാണ്. അപ്പൊ ഇതൊന്നും നന്നാകാതെ ഇവിടെ ഇപ്പൊ മെസ്സി ഒരാഴ്ച വന്ന് കളിച്ചിട്ട് മെസ്സി ഇപ്പം മാക്സിമം മെസ്സി കളിക്കാൻ പറ്റുന്ന ഒറ്റ ഗ്രൗണ്ട് കൊച്ചി സ്റ്റേഡിയം. അത് തന്നെ അവിടെ നിന്ന് മെസ്സി വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഒരാഴ്ചത്തേക്കൊക്കെ അവിടെ ഈ പുറത്തുള്ള ആൾക്കാരെയൊക്കെ മാറ്റേണ്ടി വരും. ആരാ സമ്മതിക്കണം എന്നുള്ളത് കണ്ടത്, അതൊക്കെ അവിടെ നിന്ന് കേട്ടെ, അതൊക്കെ സർക്കാരിന്റെ വിഷയം എനിക്കറിയില്ല. പക്ഷെ ആ ഗ്രൗണ്ട് മാറ്റി നിർത്തിയാൽ ബാക്കി എന്ത് മാറ്റങ്ങളാണ് ഇവിടെ വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം ഇവിടെ ആരെങ്കിലും ഉണ്ടോ മെസ്സിനെ കാണാൻ പോകണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മെസ്സിനെ കാണാൻ ഓക്കെ ഒരാൾ, ബാക്കി 3 കോടിയിൽ ഒന്ന് കുറച്ചാൽ ബാക്കി എല്ലാവർക്കും മെസ്സിനെ കാണേണ്ടി വരില്ലേ? 2 കളിയുള്ളത്. കൊച്ചി സ്റ്റേഡിയത്തിൽ ആകെയുള്ള കപ്പാസിറ്റി എനിക്ക് തോന്നുന്നു 45,000 ആണ്. പണ്ട് 90 മറ്റുണ്ടായിരുന്നു. അത് ആകെ കാണാൻ പറ്റിയ 90,000 ആൾക്കാർക്കാണ്. അതിന് ചുറ്റിലും കാത്തിരിക്കുന്ന ആൾക്കാർ അതിൽ കൂടുതലായിരിക്കും. അപ്പൊ ഇവർക്ക് ആർക്കും കാണാൻ പറ്റില്ല മെസ്സിനെ. അതിന്റെ ആ ഹോട്ടലിൽ മെസ്സി താമസിക്കുന്നത് മാരിയറ്റ് ഹോട്ടല് ഓരോന്ന് ഹോട്ടലായിട്ട് അതിൽ അടുത്തേക്ക് അടുക്കാൻ ഒരാളെ സമ്മതിക്കില്ല. കളിക്കുന്നത് നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാം, അതും കാണാൻ പറ്റുന്ന മാക്സിമം പോയ ഒരാൾക്കാണ്. അപ്പൊ എന്തിനാണ് ഇവിടെ വരുന്നത്? എന്തുകൊണ്ട് ഒരു ഗുണം? ഇവിടെ മറഡോണ വന്നിട്ടുണ്ട് മുന്നേ, കളിക്കാനല്ല പക്ഷെ പരിപാടി വന്നിട്ടുണ്ട്. മെസ്സി തന്നെ കളിക്കാൻ വന്നിട്ടുണ്ട് കൽക്കത്ത്. എന്ത് മാറ്റങ്ങൾ വന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒന്നും വന്നിട്ടില്ല, വന്നു പോയി, അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മാറ്റങ്ങൾ വരും, അയാൾ വരുന്നതിന് വേണ്ടി മാത്രമായിട്ട് പരിപാടി ചെയ്യും. അതായത് ഇപ്പൊ പണ്ട് മോഡി വരുമ്പോൾ നമ്മൾ റോഡ് കാറുന്നത്, അതേപോലെ മെസ്സിക്ക് വേണ്ടി പരിപാടികൾ ചെയ്യും. അത് കഴിഞ്ഞാൽ അത് വിട്ടു എന്നുള്ളതാണ്. അത് ചെയ്ത് അതിനൊരു കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്തിനാണ് ഇത്ര പൈസ? അവിടെയാണ് അതിന്റെ രാഷ്ട്രീയം. പത്രക്കാരും അതിനൊരു വാർത്ത കൊടുക്കാനൊരു കാരണം. നിങ്ങൾ ഇതില് അല്ല, പൊളിറ്റിക്സ് മാത്രമല്ല, പത്രങ്ങൾക്ക് പൊളിറ്റിക്സ് ചെയ്യും. പത്രങ്ങള് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്ന ആൾക്കാരൊക്കെ അല്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളേതായ പൊളിറ്റിക്സ് ഉണ്ട്, നിങ്ങളേതായ കാര്യങ്ങൾക്ക് നിങ്ങളത് പറയും. എന്റെ ചോദ്യം, ഞാനൊരു സ്പോർട്സ് പേഴ്സൺ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ കമാൽഖാന്റെ അടുത്ത് എനിക്ക് ചോദിക്കും, കമാൽക്ക കുറെ എന്റെ പ്രായത്തിനെക്കാട്ടും കൂടുതൽ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എഴുതിയിട്ടുണ്ട് കുറെ, എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് എഴുതുന്നില്ല? നിങ്ങൾ എപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് എന്തുകൊണ്ട് ചോദിക്കും? നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ പുറകിൽ വന്ന ഇഷ്ടംപോലെ ആൾക്കാർ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഇതിപ്പം വിനീത് ആദ്യം കുറെ ചോദ്യം ചോദിച്ചുകൊണ്ട് ആദ്യം ചോദിച്ചത് മെസ്സിയെ കുറിച്ചാണ്. അപ്പോൾ മെസ്സിയെ കുറിച്ച് നമ്മൾ അതായത് വളരെ ശക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഒരു കാരണം, നമുക്കൊക്കെ അറിയാം മെസ്സി വന്ന് കൊച്ചിയിലോ എവിടെയെങ്കിലും കളിച്ചുകൊണ്ട് നമ്മുടെ ഫുട്ബോൾ നന്നാവ് പോകുന്നില്ല. ഇതൊരു വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെയാണ് ഈ സാധനം വരുന്നത്. ഒന്ന് ഞാൻ ഇടപെടും, അതായത്
അവസാനമായിട്ട് ഞാൻ വാർത്ത വായിച്ചത് ടിക്കറ്റുകൾ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ എവിടെ നിന്നൊക്കെയോ വാങ്ങുവാനാണ്. കളി എവിടെയാ നടക്കുക എന്നുള്ളത് അവർ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അവർ ഓൾറെഡി ടിക്കറ്റ് വിൽക്കാൻ തീരുമാനിച്ചു. അവര് എത്ര ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യാം എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ടിക്കറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇല്ലേ? ഇതൊക്കെ ചെയ്തല്ലേ? അല്ല, അതില് മന്ത്രി പറഞ്ഞൊരു കാര്യം നവംബർ കഴിഞ്ഞു കേട്ടോ. നവംബറിൽ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻകാർ കൊച്ചിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ഗ്രീൻ വ്യൂ അവിടെ വരും ഗ്രൗണ്ട് ഇൻസ്പെക്ഷൻ ആയിട്ട്. പക്ഷെ നവംബർ കഴിഞ്ഞു, ആരും വന്നിട്ടില്ല. ഡിസംബറും കഴിഞ്ഞു, ആരും വന്നിട്ടില്ല. അതെപ്പോഴും നടക്കും എന്ന് നമുക്ക് പറഞ്ഞു കഴിയില്ല. എങ്കിൽ പോലും ഇതിലൊരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മുടെ കായിക മന്ത്രി തന്നെ ഈ കാര്യം മെസ്സി വരുന്നു എന്ന കൺഫർമേഷൻ വാർത്താ സമ്മേളനം നടത്തി പറയുന്നത് എപ്പോഴാണെന്ന് അറിയും. അതായത് പാലക്കാട് ബൈ ഇലക്ഷന്റെ തലേ ദിവസമാണ് രാവിലെ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയിട്ട് മെസ്സി വരുന്നു എന്ന് പറയുന്നത്. അപ്പൊ നാളെ ഇലക്ഷനാണ്. അവിടെ മെസ്സിയെ കൊണ്ടുവന്നു എന്ന പേരിൽ ഫസ്റ്റ് വോട്ട് കിട്ടട്ടെ എന്നുള്ളതാവും ഒരുപക്ഷെ പൊളിറ്റിക്കുള്ള ചില താല്പര്യം. ഞാൻ പറയുന്നത് വിനീത് നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നമ്മുടെ മൈതാനങ്ങൾ സംരക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴും മെസ്സിയൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഗ്രാസ് റൂട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫുട്ബോൾ ഇടപെടലുകൾ ആരും നടത്തുന്നില്ല. മാധ്യമങ്ങൾ അത് വാർത്തയാക്കും. ഇല്ല, മാധ്യമങ്ങളും വാർത്തയാക്കുന്നില്ല. ഇപ്പൊ പൊളിറ്റിക്സ് പറഞ്ഞതുപോലെ തന്നെ കാര്യമാണ്. മാധ്യമങ്ങൾക്ക് വാർത്തയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളെ ആൾക്കാർ വായിക്കുന്ന വാർത്ത, അതായത് മെസ്സി മാത്രമാണ് നിങ്ങൾ. വാർത്ത വരുന്നത്. ഇനി ഞാൻ പറയാം. ഇപ്പൊ മെസ്സി നമുക്ക് വിട്ടാൽ ISL വന്നാൽ ISL നടക്കുന്ന മാസങ്ങളിൽ മാത്രമേ ISL വാർത്തയുള്ളൂ. അതും അപൂർവങ്ങൾ മാത്രം. പണ്ട് ഇപ്പൊ ഞാൻ കളിക്കുന്ന സമയത്ത് എല്ലാ പേജിലും ഫസ്റ്റ് പേജിൽ ISL ആയിരുന്നു. ഇന്ന് അതില്ല. ഇന്ന് സ്പോർട്സ് പേജിലേക്ക് മാത്രമായിട്ട് ISL വിടട്ടെ, സന്തോഷ് ട്രോഫി വിടട്ടെ, വേറെയും ടൂർണമെന്റുകളാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും വാർത്തയല്ല. എല്ലാം പോട്ടെ. ഞാൻ സ്പോർട്സ് കൗൺസിൽ മെമ്പർ ആയതുകൊണ്ട് ഞാൻ പൂത്തോളം ഒരു ടൂർണമെന്റ് നടത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാ പത്രക്കാരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരാളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഈ സർക്കാരിനെ വിമർശിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പത്രങ്ങൾക്ക് ഭയങ്കര, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക്, ഇത് ദൃശ്യമാധ്യമങ്ങളാവട്ടെ, അവർക്ക് ഭയങ്കര ഉത്തരവാദിത്വമുണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റിയാണ്, അതായത് ജനങ്ങളിലേക്ക് എത്തണം. ഇപ്പോൾ ISL കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് റിലയൻസ് പൈസ മുടക്കി ഇത് ആൾക്കാരിലേക്ക് എത്തിച്ചു എന്നതാണ്. എൻ്റെ അമ്മ 7 മണിക്ക് സീരിയൽ കണ്ടിരുന്ന അമ്മ 7 മണിയാകുമ്പോൾ ഇപ്പൊ സവലിനെയും ആഷിഖിനെയും കാണാൻ ഇരിക്കാൻ തുടങ്ങി. അത് എല്ലാവരും വീട്ടിലും അതായിരിക്കും എനിക്ക് തോന്നുന്നു. അത് ഇവര് പത്രക്കാരുണ്ടാക്കിയ ഗുണമാണ്. അതായത് അവരെല്ലാ ലോക്കൽ ചാനലിലും അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജിലും ടെലികാസ്റ്റ് ആയി തുടങ്ങി. പക്ഷെ ബാക്കി ഒരു കളിയും അത് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇവർക്ക് വ്യൂവർഷിപ്പ് ഇല്ല. ഇവർക്ക് വ്യൂവർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവരത് കാണാൻ. അതില് അടിസ്ഥാനപരമായിട്ട് അത് കറക്റ്റാണ് വിനീത് പറഞ്ഞത്. കാരണം പത്രം എന്ന് പറയുന്നത്, ചാനൽ എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ്. അപ്പൊ നമുക്ക് വേണ്ടത്, അതായത് ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന, അതിലൊരു പ്രശ്നം എല്ലാരും ബിസിനസ് ആയി കാണുവാണെങ്കിൽ അവർക്ക് പൊളിറ്റിക്സിൽ അടുത്ത പോലും ഭരിക്കണം. അപ്പൊ അവരും അത് ബിസിനസ് ആയിട്ട് വേണം, നിങ്ങളത് ബിസിനസ് ആയിട്ട് വേണം. നമ്മൾ ഇതെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മളിപ്പം ISL എന്തുകൊണ്ട് പ്രൈം ടൈമിൽ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, അപ്പൊ ISL ഫുട്ബോൾ കാണാത്ത ആളുകളുണ്ട്. ഏറ്റവും അധികം ആളുകൾ കാണുന്ന ഗെയിം എന്ന രീതിയിലാണ്. അതിലെന്തൊരു ചോദ്യം വരുന്നത്, ഇപ്പം കാണിക്കുന്നു എന്നുള്ളത്, നമ്മളിപ്പം ജേർണലിസം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കാണിക്കേണ്ടതല്ലല്ലോ നിങ്ങൾ കാണിക്കുന്നത്. സമൂഹത്തിന് നല്ലത് എന്താണോ അല്ലെങ്കിൽ അത് വരുത്താനാണ്. പക്ഷെ അതിപ്പോ നിങ്ങൾ ആരും കാണിക്കുന്നില്ല എന്നുള്ള ചോദ്യം, അത് ഞാൻ നിഷേധിക്കാം. അത് കാരണം നമ്മളിപ്പോ എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഏതൊക്കെ ഒരാൾ നിഷേധിക്കും. ഇപ്പൊ ജേർണലിസ്റ്റുകളെല്ലാം അവര് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് ആരെങ്കിലും ഒരാളെ നിഷേധിക്കുമോ? ഞാൻ കമാലിക്ക് പറയുന്നത് ചെയ്യാറുണ്ട്. നിങ്ങൾ ഏതൊക്കെ ഒരാള് നിഷേധിച്ചാൽ ഏതാ നിഷേധിക്കുന്നത്? അതുകൊണ്ടല്ല, പ്രസ് ക്ലബിന്റെ ആളുകളൊക്കെ കൊണ്ടല്ല. അതായത് ഇപ്പോൾ സന്തോഷ് ട്രോഫി ഇന്ന് കേരളത്തിന്റെ സെമി ഫൈനലാണ്. സന്തോഷ് ട്രോഫി കേരളം വേഴ്സസ് മണിപ്പൂർ ഇന്ന് രാത്രി 7:30. ഈ 7:30 നടക്കുന്ന മത്സരം ഒരു ചാനലും ഇല്ല. ഹൈദരാബാദിലാണ് മത്സരം. ഐ ലീഗിന്റെ എനിക്ക് തോന്നുന്നു ക്ലബ്ബുകൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഐ ലീഗ് ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ അത് മാറ്റി. നമ്മൾ അത് ചെയ്യേണ്ടത് 7 ലക്ഷം രൂപ ക്ലബ്ബുടെ എന്ന ഇന്ത്യൻ ഫുട്ബോളും ആ ഓഡിയൻസിലുണ്ട് കേട്ടോ. അപ്പം ഈ സന്തോഷ് ട്രോഫി ആരാ കാണികരായി? കേരളം പോലെ ഒരു സ്റ്റേറ്റ് സന്തോഷ് ട്രോഫി പോലെ ദേശീയ ഫുട്ബോളിൽ ഒരു കാലത്ത് നമ്പർ 1 ചാമ്പ്യൻഷിപ്പാണ്. അതിന്റെ സെമി ഫൈനലിൽ നമ്മുടെ മക്കൾ കളിക്കുമ്പോൾ നമ്മൾ സർക്കാർ തലത്തിൽ താല്പര്യമെടുത്ത് കാണിക്കണ്ടേ? അപ്പൊ നമുക്ക് ദൂരദർശൻ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ചാനൽ നമുക്കുണ്ടല്ലോ. ദൂരദർശന് സ്പോർട്സ് DD സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് സ്പോർട്സ് മാത്രം കാണിക്കുന്ന ചാനലുണ്ട്.
ഈ ഫുട്ബോൾ ഹൈദരാബാദിലാണ് നടക്കുന്നത്. അതായത് ഏതെങ്കിലും ന്യൂക്ക് ആൻഡ് കോർണറിലല്ല, ഒരു സിറ്റിയിൽ നടക്കുന്നു. ആ സിറ്റിയിൽ നടക്കുന്ന ഒരു മേജർ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നമ്മൾ കാണിക്കുന്നില്ല. ടെലികാസ്റ്റ് ഒരു മിനിറ്റ്. അതേ സമയത്ത് നമ്മുടെ ക്രിക്കറ്റ് പൂർണ്ണമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ നടക്കുന്നു. ക്രിക്കറ്റ് കളി മാത്രമല്ല കാണിക്കുന്നത്, ആ കൈയല്ല, അതിനപ്പുറത്തും എല്ലാം കാണിക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ പറയുന്നത്, നമ്മൾ മീഡിയ എന്ന രീതിയിൽ നമ്മളൊരു ബിസിനസ് താല്പര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഇടപെടേണ്ടത് സർക്കാരാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ്. നമ്മൾ കളിക്കുമ്പോൾ അതിന് നമ്മുടെ സംവിധാനം ഉപയോഗിച്ചത് കാണിക്കണം. ഇതിലൊരു സാധനം വെച്ചാൽ മീഡിയ എല്ലാ കാര്യത്തിലും എനിക്ക് തോന്നുന്നില്ല സർക്കാരിന് ഇടപെടാൻ പറ്റുന്നത്. ഇപ്പൊ മീഡിയ നിങ്ങളോട് അത് ചെയ്യാൻ, സർക്കാർ വന്നിട്ട് നിങ്ങളോട് അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളും അത് ചെയ്യില്ല. നിങ്ങൾ എന്താണ് ഇത്, അത് മാത്രമേ നിങ്ങൾ ചെയ്യാം. ഞാൻ പറയാം, അത് അതിന്റെ നടുവിൽ ഇപ്പം ISL-ലും ഹോട്ട്സ്റ്റാറിൽ വരുന്നുണ്ട്, സ്റ്റാർ സ്പോർട്സിൽ വരുന്നുണ്ട്, ഏഷ്യാനെറ്റ് മൂവീസിൽ വരുന്നുണ്ട്, ഇല്ലേ? അതായത് പ്രാദേശികമായിട്ട് കുറെ ഉണ്ട്. അത് ഞാൻ കേരളത്തിലെ മാത്രം പറയും, ഈ 3 ചാനലിലുണ്ട്. ഇവിടെ നമ്മുടെ കേരളത്തിലെ ലോക്കൽ ടൂർണമെന്റ് നടക്കുന്നുണ്ട്, അതായത് ലോക്കൽ ലീഗുകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഏഷ്യാനെറ്റ് മൂവീസിൽ വരലുണ്ടോ? അത് ഇല്ല, ഒന്നിനും വരലില്ല. ഈവൻ മാധ്യമത്തിൽ പോലും എനിക്ക് ചന്ദ്രികയെ പോലും ഒരു ചെറിയൊരു കവറിൽ അല്ലെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് പേജിൽ ഒരു ചെറിയ കോളത്തിലായിരിക്കും വാർത്ത വരുന്നത്. അല്ല, ഞാൻ ഇതായിട്ട് പറയുന്നില്ല, അങ്ങനെയാണത്. അതായത് നിങ്ങൾക്ക് വാർത്താ വാല്യൂ ഇല്ലാത്ത ഒരു സാധനവും നിങ്ങൾ കൊടുക്കൂല. അതിപ്പം ആൾക്കാർ അറിയേണ്ട കാര്യമാണെങ്കിലും പോലും കൊടുക്കൂല, അറിയേണ്ടതാണെങ്കിലും കൊടുക്കൂല. ഇല്ല, അത് ശരിയല്ല. ആ നിലപാടും ആ നിരീക്ഷണവും ശരിയല്ല എന്നുള്ളതാണ് ഒരു സീനിയർ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ആവശ്യമുള്ളതല്ല നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഇന്നിറങ്ങിയ മലയാള പത്രത്തിലെ സ്പോർട്സ് പേജുകൾ പിന്നീട് എടുത്തു നോക്കുക. ആ സ്പോർട്സ് പേജിൽ എല്ലാം നമ്മൾ, അതായത് ഇന്നിപ്പോഴും ലോകത്തും ഇന്ത്യയിലും കേരളത്തിലുമായിട്ട് നടന്ന മേജർ ആയിട്ടുള്ള എല്ലാം കൊടുക്കാൻ കഴിയില്ല. മേജർ ആയിട്ടുള്ള എല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. അതിലത് ക്രിക്കറ്റിനും ഫുട്ബോളിനും കുറച്ചുകൂടി പ്രോവിൻസ് കൊടുക്കില്ല. അങ്ങനെയല്ല, മേജർ എന്നുള്ളതിനേക്കാട്ടും കൂടുതൽ ഞാൻ അതിനെ കാണുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അത് ലോക്കൽ സാധനങ്ങൾ, അതായത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടക്കുന്ന കളികൾ. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ, ഇറാനിൽ എന്തെങ്കിലും കളി നടന്നത് നമ്മളിവിടെ വാർത്ത കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കളികൾ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കളികൾ, അത് ആ നാട്ടിലെ ആൾക്കാർ അറിയണം, അത് വാർത്തയാവണം എന്നുള്ളത്. അതിന്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അതായത് സ്പോർട്സ് കൗൺസിൽ മുൻകൈ എടുത്ത് നടത്തിയതാണ് Under-20 ടൂർണമെന്റ്, Under-17 ടൂർണമെന്റ് കൂത്തുപറമ്പിൽ. അത് ഞാൻ പേഴ്സണലി, അതായത് ഞാനായിരുന്നു അതിന്റെ ഉത്തരവാദിത്വം. ഞാൻ പേഴ്സണലി എല്ലാ പത്രക്കാരെയും വെച്ചിട്ടുണ്ട്, ആരും വന്നിട്ടില്ല. അപ്പൊ അതേസമയം എന്റെ നാട്ടിൽ ഉൾപ്പെടെ ചളിയിൽ കളിക്കുന്നത് കാണാൻ ഈ വരുന്ന പത്രക്കാരെ പോകുന്നത്. ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾക്ക് ചളിയിലേക്ക് കളിക്കുന്നത് നാട്ടുകാർക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇത് ആക്ച്വലി കുട്ടികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളത്. ഈ കണ്ടെത്തല് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം വിനീതിന്റെ കാര്യം നമുക്കൊക്കെ അറിയാം. വിനീത് സജീവ ഫുട്ബോളിൽ നിന്ന് മാറിയതിനു ശേഷം വളരെ പോസിറ്റീവായിട്ട് ഇന്ത്യയിൽ ഒരു ഫുട്ബോളും നടത്താത്തൊരു നീക്കം നടത്തി. ആൻഡ് വിനീതും ചേർന്നിട്ട് നമ്മൾ ഒന്ന് കൈകരിക്കേണ്ട കാര്യമാണ്. കാരണം ഫുട്ബോൾ സഫാരി, അതായത് ഒരു 4 മാസക്കാലം പ്രത്യേകിച്ച് ഈ ട്രൈബൽ ഏരിയാസിൽ, വയനാട്, അതേപോലെ അട്ടപ്പാടി അവിടെയൊക്കെ പോകുന്നു. അവിടെയൊക്കെ ന്യൂ ടാലൻസ് കണ്ടെത്തുന്നു, അവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നു. ബേസിക്കലി നമ്മുടെ ഫുട്ബോൾ രക്ഷപ്പെടാൻ വേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞ ആ പോയിന്റാണ്. ഈ ഗ്രാസ് റൂട്ടിൽ താരങ്ങളെ കണ്ടെത്തിയിട്ട് അവർക്ക് വലിയ സപ്പോർട്ട് കൊടുക്കണം. ആ പ്രോഗ്രാം ഇപ്പൊ എങ്ങനെ നടക്കുന്നത്? അതായത് നമുക്ക് സർക്കാരിനും കൂടി വഴികാട്ടിയാണത്. ഇല്ല, അത് ആക്ച്വലി അതൊന്നും നടക്കൂല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ യാത്ര നടത്തി നമ്മൾ സ്ഥലം കണ്ടു എന്നുള്ളത് മാറ്റി നിർത്തി അതൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വിചാരിച്ചത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഇപ്പം അട്ടപ്പാടിയിലും തിരുനെല്ലിയിലും നടക്കുന്നത് ഞങ്ങളെ പോക്കറ്റിൽ നിന്നാണ് പൈസ പോയിക്കൊണ്ട്. അതായത് ഞാനും റിനോ, പ്രതിവാട്ടനും അനസും ഒക്കെ കളിച്ചുണ്ടാക്കിയതിന്റെ ഒരു ഭാഗം ഞങ്ങൾ അതിലേക്ക് കൊടുക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതില് ഈ യാത്രയിൽ ഞങ്ങൾ ഒരു 10-40 പല സ്ഥലങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന ട്രൈബൽസ് അല്ലെങ്കിൽ എന്താ പറയാ സഹായം ആവശ്യമുള്ള ആൾക്കാരാണ്. അപ്പം അതാണെങ്കിൽ നല്ലോണം കളിക്കുന്ന കുട്ടികളുണ്ട് എല്ലാ ഭാഗത്തും. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഫെഡറേഷനോ നമ്മളെ ആൾക്കാരോ ഈ സ്കൗട്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. അത് ഈ പറയുന്ന മേഖലകളിലേക്കൊന്നും വരുന്നില്ല. അത് വരുന്നത് സിറ്റികൾ, പ്രത്യേകിച്ച് മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, കൊൽക്കത്ത, ഈവൻ ബംഗാൾ നമ്മൾ ഭയങ്കര മെക്കയാണെന്നൊക്കെ പറയുമ്പോഴും ഈ കൊൽക്കത്ത മാറിക്കഴിഞ്ഞാൽ ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല. വളരെ മോശമാണ് ഈ സ്കൗട്ടിംഗ് സിസ്റ്റം എന്ന് കേരളത്തിൽ, ഇന്ത്യയിൽ മൊത്തമായിട്ട്
ഇനി ഇതിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ തന്നെ ഇത് നടത്തണമെങ്കിൽ ഫണ്ട് വേണം. ഏകദേശം 15 to 20 lakhs നമുക്ക് ഒരു 30-35 കുട്ടികളെ ഫുഡ് അടക്കം കൊടുത്ത് നിർത്തണമെങ്കിൽ ഒരു കൊല്ലം ചെലവാണ്. അപ്പൊ നമുക്ക് നടത്തിക്കൊണ്ടുപോകുന്നതിന് ഒരു എന്താ പറയാ, നമ്മളെ കീശിൽ നിന്ന് പൈസ എടുത്ത് പോകുന്നതിന് നമുക്കൊരു ഒരു സമയം വരെ അത് കൊണ്ടുപോകും. കാരണം നമുക്ക് ഫുട്ബോളിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എത്രയാണെന്ന് അറിയാം. അപ്പൊ നമ്മള് ബേസിക്കലി കമ്പനികളെ, വലിയ വലിയ കമ്പനികളെ കണ്ടിട്ടുണ്ട്, അവരെ CSR ഫണ്ടുകൾ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കാൻ ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ അവർ CSR ഫണ്ടിനടക്കം അവർ ചോദിക്കുന്നത് ROI ആണ്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്. അതായത് CSR ഫണ്ടിനടക്കം അവർക്ക് റിട്ടേൺ വേണം. മനസ്സിലാണ്. ഇങ്ങനെയാണ് അതിന്റെ കാര്യം. ഈവൻ സർക്കാർ പോലും നമ്മള് എനിക്ക് തോന്നുന്നു യുവജനക്ഷേമ ബോർഡ് നമുക്ക് അട്ടപ്പാടിയിൽ കുറച്ച് ഫണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതും ഫണ്ട് ഞങ്ങൾ ചോദിച്ചതിന്റെ ഒരു 20% ഒക്കെ ഞങ്ങൾ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഇത് നടത്തണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇത് നടത്തിക്കൊണ്ടുപോകുന്നതാണ്. ഞങ്ങൾ ബാക്കി നടത്തുന്നത് ഫീസ് വാങ്ങിയിട്ട് നടത്തുന്ന അക്കാദമിന്റെ അല്ലാത്ത അക്കാദമിയുണ്ട്. അപ്പൊ ഫീസ് വാങ്ങിയിട്ട് നടത്തുന്ന അക്കാദമികളിൽ നിന്ന് ഞങ്ങൾക്ക് വരുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ ഈ പറയുന്ന ട്രൈബൽ കുട്ടികളിലേക്ക് കൊടുക്കുന്നത്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഫിനാൻഷ്യൽ തടസ്സങ്ങൾ കാരണമാണ് നമ്മൾ ഇപ്പം മെല്ലെ ആയിട്ട് അത് തുടങ്ങുന്നത്. കുറെ ടാലൻസ് കണ്ടെത്തിയപ്പോൾ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. ഞങ്ങളെ കണക്ഷൻസ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ പല ക്ലബ്ബുകളിലേക്കും കുട്ടികളുടെ കോൺടാക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അവര് സെലക്ഷൻ ട്രയൽസും കാര്യങ്ങളും അവർക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവർ പറ്റുവാണെങ്കിൽ അവരവിടെ കളിക്കും, എല്ലാ മേഖലകളിലും. ഇതിനൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് എല്ലാവർക്കും കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും അവർക്ക് നേർവഴിയിൽ അവരെ കൊണ്ടുപോകാൻ ആൾക്കാരില്ല എന്നുള്ളതാണ്. അതായത് കോച്ചുകളുണ്ട്, പക്ഷെ ലൈസൻസ് ഇല്ല. തമിഴ്നാട്ടില് വാന്തേവാസി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഈ കാഞ്ചീപുരം ഭാഗത്ത് അടുത്തായിട്ട്. അവിടെ ഞങ്ങൾ പോകുമ്പോൾ സ്കൂളിന്റെ ഒരു ഗ്രൗണ്ട് ആയിരുന്നു, അവിടെ കുട്ടികൾ കളിക്കുന്നുണ്ടായി. അപ്പൊ ഞങ്ങൾ അവിടെ വെറുതെ പോയി, ഞാനും റീനോവും വെറുതെ പോയി അവരടുത്ത് സംസാരിച്ചു. അവരെ കോച്ച് ചെയ്യുന്നത് അവരെ തൊട്ടടുത്തുള്ള ഒരു സ്പോർട്സ് കട നടത്തുന്ന ഓണറാണ്. അയാൾക്ക് ഫുട്ബോളിനോടുള്ള താല്പര്യം കൊണ്ട് മാത്രം അയാൾ നടത്തുക. അയാൾ വേറെ കോണ്ടാക്ട് ഇല്ല, ഒന്നുമില്ല. അവരവിടുന്ന് ലീഗ് കളിക്കാൻ പോകുന്നത് പോണ്ടിച്ചേരിയില്ല. അതായത് ചെന്നൈയിൽ നടക്കുന്ന ഒറ്റ ലീഗ് മാത്രമാണ് തമിഴ്നാട്ടിലുള്ളത്. ആ ചെന്നൈ ടൗണിൽ അല്ലെങ്കിൽ ചെന്നൈ സിറ്റിയിൽ മാത്രമാണ് അവരെ കുട്ടികളെ ശ്രദ്ധിക്കുന്നത്. അതിന്റെ പുറത്തേക്ക് അവർ കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല. കേരളത്തിൽ ഇപ്പൊ നോക്കിയാൽ എല്ലാ മൂലക്കേക്കും ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മളെ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ സ്കൗട്ടിംഗ് സിസ്റ്റമാണ്. സ്കൗട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പം മെസ്സിനെ കണ്ടെത്താൻ ഒരാളുണ്ടായി, അതേപോലെ നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാർ വേണം കുട്ടികളെ കണ്ടെത്താൻ. നമ്മുടെ നാട് വാസ്റ്റ് കൺട്രിയാണ്. നമ്മൾ എന്താ പറയാ, എല്ലാ മുക്കിലും മൂലയിലും ആൾക്കാർ എത്താൻ പാടാണ്, പക്ഷെ എത്തണം. ആ എത്തിയാൽ മാത്രമേ നമുക്ക്, ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ 100 കോടി ജനങ്ങളിൽ നിന്നാണ് നമ്മുടെ ടീം ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു 4-5 സിറ്റികളിൽ നിന്നാണ് നമ്മൾ ടീം ഉണ്ടാക്കുന്നത്. മേ ബി കേരളം ഒരു ഫുൾ സ്റ്റേറ്റ് പറയാൻ പറ്റും, മേ ബി ഗോവ പറയാൻ പറ്റും. അല്ല, ഒരു കാലത്ത് കേരളം എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ സ്കൗട്ടിംഗ് സെന്റർ. ഇല്ല, സ്കൗട്ടിംഗ് സെന്റർ എന്ന് ഞാൻ പറയില്ല. കേരളത്തിൽ അന്ന് കളികൾ കൂടുതലുണ്ടായിരുന്നു. കളികൾ കൂടുതലുണ്ടാകുമ്പോൾ ബേസിക്കലി പ്ലേയേഴ്സ് കൂടുതലുണ്ടാവും. വിജയേട്ടൻ കളിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ടൂർണമെന്റ് ഉണ്ട്. ഇന്ന് ആ ടൂർണമെന്റുകളില്ല. ഈവൻ എന്റെ നാട്ടില് ടൂർണമെന്റുകളുണ്ട്. കണ്ണൂർ ടൂർണമെന്റ് ഉണ്ടായിരുന്നു, ഇന്ന് കണ്ണൂർ ടൂർണമെന്റ് ഇല്ല. നാനാറൊക്കെ നടത്തിയിട്ട് പോയി, ഇപ്പൊ ടൂർണമെന്റ് ഇല്ല. ടൂർണമെന്റ് ഇല്ലാണ്ട് നിങ്ങൾ പ്ലേയേഴ്സ് ഉണ്ടാവില്ല. അത് ഒരു കാലത്തെ നമ്മളിപ്പം ഈ പഴയ കാലത്ത് കണ്ണൂരിൽ ഒരു SN ഫുട്ബോൾ, അപ്പൊ 6 മാസക്കാലം നമ്മുടെ ഫുട്ബോളിൽ നമ്മൾ പറയാറുണ്ട് നല്ല, അതായത് കൊയ്ത് കഴിഞ്ഞ പാടം നിറയെ ഫുട്ബോൾ ആയിരുന്നു എന്ന് പറയാറുണ്ട്. കണ്ണൂരിൽ SN ഫുട്ബോള്, കോഴിക്കോടേക്ക് വന്നാൽ അത് നാഗ്ജി ഫുട്ബോൾ ആയിട്ട് മാറും. തൃശ്ശൂരിലേക്ക് പോയാൽ അത് ചാക്കോള ട്രോഫി ഫുട്ബോൾ ആയിട്ട് മാറും. കുറച്ചപ്പുറത്ത് കോട്ടയത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് മാമൻ മാപ്പിള ട്രോഫി ഫുട്ബോൾ ആയിട്ട് മാറും. തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ അത് GB രാജ. അതായത് 6 മാസക്കാലം സജീവ ഫുട്ബോളാണ്. ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മലയാളികൾ മാത്രമല്ലേ. VP സത്യൻ എന്ന ക്യാപ്റ്റൻ ഉണ്ട്, ഷറഫ് അലി, ഗുരികേഷ്, ബാപ്പച്ചൻ, വിജയൻ, ജോപോൾ, ചാക്കോ, പിന്നെ വിനീത്, റാഫി, പ്രദീപ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ത്യൻ ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞാൽ അത് മലയാളമയമായിരുന്നു. ഇന്നെന്താ അവസ്ഥ? ഇന്ന് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരേ ഒരു സഹലുണ്ട്. ആഷിഖ് കളിച്ചിട്ട് ഇച്ചൊരു ഗൈ ഇപ്പൊ പുറത്തുമാണ്. അപ്പോഴും നമ്മുടെ ഫുട്ബോൾ, അതായത് കേരള ഫുട്ബോൾ വറ്റിപ്പോയി എന്ന് ഞാൻ പറയില്ല, പക്ഷെ വറ്റാൻ കുറെ കളികൾ പറ്റിപ്പോയി എന്ന് വേണം പറയാം. പ്ലേയേഴ്സ് അല്ലെങ്കിൽ ടാലന്റ് നമുക്ക് കണ്ടെത്താനുണ്ട്, പക്ഷെ അവർക്ക് അവരെ ടാലന്റ് കാണിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. ഇപ്പൊ ഉള്ള 2 ക്ലബ്ബുകളാണെങ്കിൽ മലയാളി പ്ലേയേഴ്സ് ഭയങ്കര കുറവാണ്. ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ, ഗോകുൽ ആവട്ടെ, അവരാരും ഈ പറയുന്ന മലയാളി പ്ലേയേഴ്സിന് എത്രത്തോളം ചാൻസ് കൊടുക്കുന്നില്ലെങ്കിൽ എത്രത്തോളം പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ വളരെ കുറവാണ്. അതല്ലാതെ വേറെ ക്ലബ്ബുകളില്ല, വേറെ കളികളില്ല. ഇപ്പം ലീഗ് നടക്കുന്നുണ്ട്, പക്ഷെ ലീഗ് നടക്കുന്നത് ഈ പറയുന്ന 2 മാസത്തിൽ നടത്താൻ വേണ്ടി നടത്തുന്നു എന്നുള്ള രീതിയിലാണ് ലീഗ് നടത്തുന്നത്. ഇപ്പം SLK വന്നു. SLK എത്ര നാൾ മര്യാദയ്ക്ക് നടക്കുന്ന അറിയില്ല. കാരണം SLK വരുമ്പോൾ കുറെ പ്ലേയേഴ്സിന് ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ പണ്ട് നടന്നിരുന്ന ടൂർണമെന്റുകളൊക്കെ തിരിച്ചു വരണം. ഇപ്പം ഈ പറഞ്ഞ പോലെ കണ്ണൂരിൽ നടന്ന ടൂർണമെന്റ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഇപ്പൊ നടത്താൻ ഗ്രൗണ്ട് ഇല്ല. കണ്ണൂരിൽ നടന്ന മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ വേസ്റ്റ് വണ്ടിയാണ് സ്റ്റേഡിയത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാനടക്കം പോയിട്ട് സമരം നടത്തിയിട്ടുണ്ട്, ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല.
കാരണം അത് ഇവർക്ക് വേണ്ട എന്താ അതോറിറ്റീസിന് അത് നന്നാക്കണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ കൂത്തുപറമ്പ് സ്റ്റേഡിയം പറഞ്ഞു, ഇഷ്ടംപോലെ സ്റ്റേഡിയങ്ങളുണ്ട്. എല്ലാ ജില്ലകളിലും ജവഹർ സ്റ്റേഡിയങ്ങളുണ്ട്. ജവഹർ സ്റ്റേഡിയങ്ങളുടെ അവസ്ഥ എന്താ? കളിക്കാൻ പറ്റില്ല. കളിക്കണമെങ്കിൽ ഗ്രൗണ്ട് വേണം, ഗ്രൗണ്ട് ഇല്ല. അപ്പം ഇതൊന്നും ഇല്ലാതെ നമ്മളൊന്നും മാറ്റങ്ങൾ ഉണ്ടാവില്ല ഇവിടെ. ഇതൊന്നും ഭയങ്കര സിമ്പിളായിട്ട് വിചാരിക്കുന്ന പോലെ നാളെ എനിക്കൊരു പ്ലെയർ ഉണ്ടാവാം എന്ന് പറയുന്ന കാര്യങ്ങളല്ല. ഇത് A to Z സാധനങ്ങൾ ഇവിടെ മാറണം. A to Z സാധനങ്ങൾ മാറിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കേരളം ഭയങ്കര ഒരു സ്കൗട്ടിംഗ് സെന്റർ ആയിരുന്നു എന്നുള്ള രീതി. കേരളത്തിൽ അത്രയും ടാലന്റ് ഉണ്ട് പിള്ളേർ. ഇപ്പോൾ തിരുനെല്ലിയിലെ കുട്ടികൾ എടുത്താൽ ട്രൈബൽ കുട്ടികളാണ്. അവർ ജനറ്റിക്കലി ഫിറ്റാണ്, അവർക്കൊന്നും വേണ്ട. അവർക്ക് ആകെ ടെക്നിക്കലി കുറച്ച് നോളജ് മാത്രം കൊടുക്കണം എന്നുള്ളത് മാത്രം. പിന്നെ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി കൊടുക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ നമ്മൾ വിരിച്ചെടുത്ത് കിടക്കൂല എന്ന് പറയുന്ന പോലെയാണ്. അവർ ഡെയിലി വന്ന് ട്രെയിൻ ചെയ്യാൻ അവർക്ക് പാടാണ്. അവർ നമ്മൾ വീട്ടിൽ പോയിട്ടൊക്കെ ചില സമയം കൂട്ടിക്കൊണ്ട് വരണം ആ കുട്ടികളെ ട്രെയിൻ ചെയ്യണമെങ്കിൽ. നമ്മളിപ്പോൾ അത് ചെയ്തുകൊണ്ട് പോവാണ്. പക്ഷെ അത് എല്ലാ സ്ഥലത്തും നമുക്ക് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമില്ല. ഈ പറയുന്ന സർക്കാർ തന്നെ മുൻകൈ എടുക്കേണ്ടി വരും പല സ്ഥലത്തും. പക്ഷെ സർക്കാർ മുൻകൈ എടുക്കുന്നതിന് മുന്നേ തന്നെ നാട്ടിലെ ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കുട്ടികളെ കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, കളിസ്ഥലങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കളിസ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പഠിച്ച സ്കൂളിലടക്കം ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ല. അവിടെ അടക്കം ഉണ്ടായിരുന്ന ഗ്രൗണ്ട് മാറ്റിയിട്ട് അവിടെ ബിൽഡിംഗ് കെട്ടുവാണ്. കാരണം കുട്ടികൾ കൂടുതൽ ഉണ്ടായാലേ അവർക്ക് പൈസയുള്ളൂ. അവർക്ക് ഗ്രൗണ്ടിൽ ആരും കളിച്ചുകൊണ്ട് അവർക്ക് പൈസ കിട്ടുന്നില്ല. അവർക്ക് ഈ എല്ലാ സാധനവും എഡ്യൂക്കേഷൻ ബിസിനസ്സാണ്, സ്പോർട്സ് ബിസിനസ്സാണ്, എല്ലാ സാധനവും ബിസിനസ്സാണ്. അപ്പോൾ ബിസിനസ്സിന് അവർക്ക് പൈസ ഉണ്ടാക്കുക എന്നല്ലാതെ നാട് നന്നാക്കുക, അല്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കുക, കുട്ടികളെ കളിക്കാരാക്കുക എന്നുള്ളതൊന്നും അവരെയോ അല്ലെങ്കിൽ ആരെയോ പ്രശ്നമല്ല. ഇതൊക്കെ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാവുക, ഞാനിപ്പോൾ കളിക്കണമെങ്കിൽ ഞാൻ പരിധി പിടിച്ച് പോയി കളിക്കുക എന്നുള്ളതാണ്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോന് കളിക്കാൻ വേണ്ടി വൈറ്റില ഏതാ നല്ല ട്രെയിനിങ് സെന്റർ, വൈറ്റില എവിടെ പോയി കളിക്കും? വൈറ്റിലയിൽ ഒരു ഗ്രൗണ്ട്, വൈറ്റില ഭാഗത്ത് ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒരു ഗ്രൗണ്ട് ഉണ്ടോ? ഉള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നത് സ്പോർട്സ് കൗൺസിലിന്റെ പനമ്പള്ളി നഗർ ഗ്രൗണ്ടാണ്. അതാണെങ്കിൽ സാധാരണ കുട്ടികൾക്ക് അല്ലെങ്കിൽ നാട്ടിലെ പിള്ളേർക്ക് കളിക്കാൻ കിട്ടുകയില്ല. അപ്പോൾ ഗ്രൗണ്ട് ഇല്ലാതെ ഒരു കാരണവശാലും കുട്ടികളോ പ്ലേയേഴ്സോ അല്ലെങ്കിൽ നാളെ നമ്മൾ വേൾഡ് കപ്പ് കളിക്കോ ഒന്നുമില്ല. ആദ്യം നമ്മൾ ഗ്രൗണ്ട് ഉണ്ടാക്കുക. ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള അത് കളിക്കാൻ തുറന്നു കൊടുക്കുക. തുറന്നു കൊടുക്കണമെങ്കിൽ തന്നെ ഇപ്പം എന്താ പറയുക 110 കാര്യങ്ങളാണ്. അത് തുറന്നു കൊടുക്കൂല, അങ്ങനെയാണ്, പുല്ല് പോവും, ഇങ്ങനെയോ. പുല്ല് പോകാനല്ലേ നിങ്ങൾ ഗ്രൗണ്ട് ഉണ്ടാക്കിയത്? നമ്മളെ കേരളത്തിലൊരു രാജ്യാന്തര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വേദന ചെറുതൊന്നുമില്ല. അതിൽ ഏറ്റവും വലിയ കോമഡി Under 17 വേൾഡ് കപ്പിനാണ് നമ്മൾ ഫിഫ അപ്രൂവ്ഡ് ആയിട്ടുള്ള കൊച്ചി സ്റ്റേഡിയം ഉണ്ടാക്കിയത്. കൊച്ചി സ്റ്റേഡിയം ഫിഫ അപ്രൂവ്ഡ് വേൾഡ് കപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേത്തെ മാസം അത് കുത്തിപ്പൊളിക്കാൻ ആൾ വന്നു. ഞങ്ങളാണ് ഇത് നോക്കുന്നത്. അടുത്ത മാസം നമുക്ക് കളി നടത്തണം, അതുകൊണ്ട് നമുക്ക് ഇതിന്റെ നടുവിൽ പിച്ച് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ വന്നിട്ടുണ്ടായി. അന്ന് നടന്ന യുദ്ധത്തിന് കണക്കില്ല. അത് ഈ പറയുന്ന അത് കുത്തിപ്പൊളിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അത് അങ്ങനെ നിൽക്കുന്നത് അന്ന് നടന്ന ഒരു അത് സമ്മതിക്കാത്തതുകൊണ്ട് അത് അവരെ കൊണ്ട് കുത്തിപ്പൊളിക്കുക. അതുകൊണ്ടാണ് ക്രിക്കറ്റുകൾ മാക്സിമം ഇപ്പോൾ തിരുവനന്തപുരം നടക്കുന്നത്. കൊച്ചിയിൽ നടക്കാത്തത് അവിടെ പിച്ചില്ല. പണ്ട് ഐ ലീഗ്, ഞാൻ ആദ്യമായിട്ട് ഐ ലീഗ് കൊച്ചി കളിക്കുമ്പോൾ അന്ന് ഗ്രൗണ്ടിൽ നടുവിലൊരു പിച്ചുണ്ട്, ഞങ്ങൾ സ്ലിപ്പായി വീഴും. ഇന്നതില്ല. കാരണം ഈ Under 17 വേൾഡ് കപ്പ് വന്നപ്പോൾ ആ ഗ്രൗണ്ട് ഫിഫ അപ്രൂവ്ഡ് ലെവലിലേക്ക് മാറ്റിയതുകൊണ്ടാണ്. പക്ഷേ നമ്മളെ നോർമൽ കണ്ടീഷനാണ്. അതായത് അത് കഴിഞ്ഞ പാടെ തന്നെ അത് മാറ്റാൻ ആൾ വന്നു. അത് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. അതായത് ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സാധനം അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനോ അത് പിന്നെ നോക്കാനോ നമുക്ക് ആർക്കും താല്പര്യമില്ല. ഇതിൻ്റെ റീസൺസ്, ഞാൻ കാണുന്ന റീസൺസ് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ചെറിയ പൈസയേ ഉള്ളൂ, പക്ഷേ ഇത് ഉണ്ടാക്കാൻ കുറേ പൈസ ആവും. കുറേ പൈസ ആകുമ്പോൾ കുറേ പൈസ അടിച്ചു മാറ്റാൻ പറ്റും. അവിടെയാണ് ആ പോയിന്റ്. നമ്മൾ ഈ തുടങ്ങിയത് നമ്മുടെ അപജയമാണ്. നമ്മളിങ്ങനെ താഴോട്ട് വന്ന് എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണങ്ങൾ തേടുമ്പോഴാണ് നമ്മുടെ വളരെ ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പം 2005 കേരളം നാഷണൽ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചു. അന്ന് കോടികൾ ചെലവഴിച്ച് നേരത്തെ വിനീത് പറഞ്ഞതുപോലെ പല സ്റ്റേഡിയങ്ങളും നവീകരിച്ചു. നിങ്ങളുടെ കണ്ണൂരിൽ തന്നെ ആ സ്റ്റേഡിയം പിന്നെ നെഹ്റു സ്റ്റേഡിയം നവീകരിച്ചു. ദെൻ നമ്മുടെ കണ്ണൂര് എനിക്ക് തോന്നുന്നു 2 മാസം മുന്നേ ശരിയാക്കിയിട്ടുണ്ട്. 2 മാസം മുന്നേ ശരിയാക്കിയിട്ട് കളി നടക്കുന്നില്ല. ഇപ്പോൾ ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ഉണ്ട്. ആ 2005 ദേശീയ ഗെയിംസിന്റെ ഭാഗമായിട്ട് 3 കോടി ചെലവഴിച്ചിട്ടാണ് അതിന്റെ നവീകരണം. ഈ ദേശീയ ഗെയിംസ് കഴിഞ്ഞ് അടുത്ത മൺസൂൺ വരുമ്പോഴേക്കും അതിന്റെ പാർക്കിംഗ് സ്ലോപ്പ് ഭാഗം മൊത്തം വെള്ളം കയറി നശിച്ചുപോയി. എസിയുടെ യൂണിറ്റ്സ് ഒക്കെ വെച്ചിരുന്ന അവിടെ അതെല്ലാം പോയി. അതായത് ഈ ചെലവഴിച്ച കോടികളൊക്കെ ഏകദേശം ഒരു 6 മാസം 1 വർഷം കൊണ്ട് ഇല്ലാതായി. ആരും തിരിഞ്ഞു നോക്കാനില്ല. അതിൻ്റെ ഏറ്റവും രസകരമായ ഒരു കാര്യം, കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ അത് കോർപ്പറേഷൻ്റെതാണ്. പക്ഷെ ദേശീയ ഗെയിംസിന്റെ ഭാഗമായിട്ട് അത് ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു. അപ്പോൾ പിന്നീട് ഇത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ തർക്കമായി കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും തമ്മിൽ. അങ്ങനെ 2 പേര് 2 സെക്യൂരിറ്റി വെക്കുകയാണ്. ഒന്ന് ജില്ലാ ഭരണകൂടം വെക്കുകയാണ്, ഒന്ന് കോർപ്പറേഷൻ. ഇങ്ങനെ ആർക്കും അങ്ങോട്ട് കടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആ ഗ്രൗണ്ട് നശിച്ചു. ഇപ്പോഴ് ഗോകുലം കേരള അവർ ഏറ്റെടുത്തു. അവരുടെ ഹോം ഗ്രൗണ്ട് എന്ന രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
സോ നമ്മൾ ബേസിക്കലി തുടങ്ങിയത് എന്തുകൊണ്ട് നമ്മളിങ്ങനെ പിറകോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിനുള്ള റീസൺസ് ആണ് നമ്മളിങ്ങനെ പറഞ്ഞത്. അതിലേറ്റവും പ്രധാനം ഈ ഔദ്യോഗികമായിട്ടുള്ള അവഗണനയാണ്. ഔദ്യോഗികമായിട്ടുള്ള അവഗണന. അപ്പം നമുക്ക് ഒരു സ്പോർട്സ് കൾച്ചർ പോലും നമുക്കില്ല. നമ്മുടെ സ്കൂളുകളിൽ ഇത് നേരത്തെ വിനീത് പറഞ്ഞല്ലോ, ഇപ്പോൾ മെസ്സി എന്ന പ്രതിഭ വരുന്നത് ചെറിയ പ്രായത്തിലാണ്. 9-ാം വയസ്സിൽ ആ പ്രതിഭയെ, വയ്യ എന്ന് പറഞ്ഞ പ്രതിഭയെ ബാഴ്സലോണ എന്ന ക്ലബ്ബ് കണ്ടെത്തിയിട്ട് അദ്ദേഹത്തെ അക്കാഡമിയിലേക്ക് കൊണ്ടുപോവാണ്. ആ മെസ്സി ഇപ്പോഴും 37 വയസ്സ്, ഇന്റർ മിയാമിക്കായിട്ട് അതിമനോഹരമായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു വളരെ ആ പോർച്ചുഗലുകാരനാണ്. അദ്ദേഹത്തിന് വയസ്സ് 39 കഴിഞ്ഞ് 40-ലേക്ക് പോകുന്നു. അദ്ദേഹം സുന്ദരമായിട്ട് സൗദിയിൽ കളിച്ചപ്പോൾ പ്ലേയേഴ്സ് വളരെ ഗംഭീരമായി കളിക്കുന്നത്, ഭയങ്കര സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും നമുക്കത് ലഭിക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്ന കൺക്ലൂഡ് ചെയ്യുന്ന ഒരു പോയിന്റ് വിനീതേ, നമുക്ക് ഇത് മെച്ചപ്പെടുത്താൻ ഈ കേവലമായി നമ്മൾ ഈ ഇരുന്ന് ചർച്ച ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്തായിരിക്കണം? ഇതും ഞാൻ തുടങ്ങിയെടുക്കുക തന്നെയാണ്. അതായത് ആദ്യം നമ്മൾ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കണം. ആദ്യം ഗ്രൗണ്ടുകളെക്കാട്ടും കൂടുതൽ സ്കൂളുകളിൽ ഈ പരിപാടികൾ നടക്കണം. കാരണം നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികളെ കാണാൻ പറ്റും നമുക്ക് സ്കൂളിലാണ്. അപ്പോൾ സ്കൂളുകളിൽ കളി നടക്കണം. സ്കൂളിൽ ഒരു അരമണിക്കൂറത്തെ PT പീരീഡ് പോരാ അല്ലെങ്കിൽ കളി വളർത്താനുള്ള. എല്ലാ സ്കൂളുകളിലും ഗ്രൗണ്ട് ഉണ്ടാവണം. ഈ 4 നില ബിൽഡിങ്ങിന് പകരം ഒരു മിനിമം ഒരു ഗ്രൗണ്ടെങ്കിലും ഒരു സ്കൂളിൽ ഉണ്ടാവണം എന്നുള്ള കാര്യമാണ്. നമ്മൾ പല സ്കൂളുകളിലും ഗ്രൗണ്ട് ഇല്ല. ഇന്ന് ഗ്രൗണ്ട് ഇല്ലാതെ കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ഒരിക്കലും കളിക്കാൻ പറ്റില്ല. നമ്മുടെ പേരൻസ് ആരും കുട്ടികളെ പഠിക്കാൻ വിടാതെ ഇരിക്കില്ല. എല്ലാവരും എന്തായാലും സ്കൂളിൽ പോകും. സ്കൂളിൽ പോകണമെങ്കിൽ മാത്രമേ അവർ ഈ പറയുന്ന കളിക്കാൻ. ഇപ്പം അക്കാദമികളുണ്ട്. ഇപ്പം ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന എളുപ്പ വഴിയാണ് ഈ അക്കാദമികൾ ഏതെങ്കിലും ഒക്കെ ആയിട്ട് ടൈപ്പ് ചെയ്ത് എല്ലാ സ്കൂളുകളിലും, ഗവൺമെന്റ് സ്കൂളുകളിലും ഒരു അക്കാദമി നടത്തുക എന്നുള്ളത്. കോച്ചുമാർക്ക് ജോലിയാവും. ഇഷ്ടംപോലെ ലൈസൻസ് ഉള്ള കോച്ചുമാർ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അവർക്ക് ജോലി കൊടുക്കുക. 10-15,000 മാസം കൊടുത്താൽ മതി. അത് തന്നെ ഈ പറയുന്ന ഫീസ് വാങ്ങിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. മറ്റേ കണ്ണുപൂട്ടി 3,000, 4,000, 5,000 ഫീസ് വാങ്ങുന്നതിന് പകരം എന്തൊക്കെ തരാൻ പറ്റും എന്നുള്ളത് നോക്കി അത് ശ്രദ്ധിച്ച് പറ്റുന്ന രീതിയിലേക്ക് ചെയ്താൽ മതി. ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറയുന്നില്ല. താല്പര്യമില്ല ആള് പഠിച്ചാൽ മതി. പക്ഷെ അത് എല്ലാ സ്കൂളുകളിലും അത് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്കൂളുകൾ ചെയ്താൽ പോരാ, ആ സ്കൂള് കഴിയുന്ന കുട്ടീനെ മോണിറ്റർ ചെയ്യാൻ പറ്റണം. ഇപ്പം നടക്കുന്ന അക്കാദമികളിലെ പ്രശ്നം അതാണ്. അതായത് അക്കാദമികൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവർ ഈ അക്കാദമി കഴിഞ്ഞ് പോകുമ്പോൾ അവരെങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. പേരൻസ് നോക്കൂല. കാരണം അവരൊരു 6 കൊല്ലം ഫീസ് കൊടുത്തിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. 6 കൊല്ലം കഴിഞ്ഞിട്ട് ഇവൻ കളിക്കുന്നുണ്ടോ കളിക്കുന്നില്ലയോ എന്നുള്ളത് ആർക്കും അറിയില്ല. കോളേജിൽ പോയിട്ട് പഠിക്കുന്നുണ്ടോ കളിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അവരെ കൃത്യമായിട്ട് നല്ല കുട്ടികൾ, ഇപ്പം ഞങ്ങളെ പ്ലാൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാ ജില്ലയിലും അക്കാദമി തുടങ്ങുക. അതിലെ കൃത്യമായിട്ട് കളിക്കുന്ന നല്ല കുട്ടികളെ എടുത്തിട്ട് ഒരു റെസിഡൻഷ്യൽ അക്കാദമി സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് എഡ്യൂക്കേഷൻ, അവർക്ക് ഫുഡ്, അവർക്ക് ഡ്രസ്സ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ് ഫുട്ബോൾ അക്കാദമി കേരളത്തിൽ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ. ഇത് ഭയങ്കര കോസ്റ്റ്ലി സാധനമാണ്. അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമില്ല. ഞങ്ങളുടെ എയിം ഇപ്പോഴും അതാണ്. അപ്പോൾ അതേപോലെയുള്ള പരിപാടികൾ സർക്കാരിൻ്റെ ഭാഗത്താണ്. ഇപ്പം സർക്കാർ ഹോസ്റ്റൽ പോലും പലതും കൃത്യമായിട്ട് നടക്കുന്നില്ല. അവിടുത്തെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. എൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സാധനമാണ്. എൻ്റെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഞാൻ സ്പോർട്സ് കൗൺസിൽ മെമ്പർ ആയതുകൊണ്ട് പറയുന്നത്. ഞാനാണ് കൗൺസിലിലെ ഹോസ്റ്റൽ നോക്കേണ്ടത്. പക്ഷെ അത് നോക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് അതിനുള്ള ഫണ്ടില്ല. എന്ത് ചോദ്യത്തിന് ഉത്തരം ഫണ്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞു. ആരും രണ്ടാമത് ചോദിക്കൂല എന്തുകൊണ്ടാ ഫണ്ടില്ലാത്തത്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടായിക്കൂടാ. ഈ ചോദ്യങ്ങൾ നമ്മൾ എന്നും നല്ല കാഴ്ചക്കാരാണ് അല്ലേ? ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ സമയമില്ല, കുറവാണ്, ചരിത്രം അറിയുമോ? അതായത് വളരെ പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരായ സൈനികർ അവരുടെ ലിഷർ ടൈം, വിശ്രമ സമയം ഉപയോഗിക്കാനായിട്ടാണ് ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫുട്ബോൾ തട്ടിയത്. കൽക്കത്തയിൽ ഇങ്ങനെ ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരായ കാണികൾ ഇങ്ങനെ അത് കാഴ്ചയായിട്ട് കാണുകയാണ്. കാരണം നമുക്ക് ആദ്യ അനുഭവമാണ് കാലുകൊണ്ടൊരു സാധനം, കാറ്റ് നിറച്ച ഒരു തുകൽ പന്ത് കുറേ ആളുകൾ ചേർന്ന് തട്ടുകയാണ്. ഇത് തട്ടുന്നത് കാണാനായിട്ട് ആളുകൾ ചുറ്റും കൂടിയപ്പോഴും ഒരു 6 വയസ്സുള്ള ഒരു പയ്യൻ അവൻ്റെ അമ്മയുടെ കൂടെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കുതിരപ്പുറത്ത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കുതിരവണ്ടി ഇങ്ങനെ പോകുമ്പോൾ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ അമ്മയുടെ സമ്മതം ചോദിക്കാതെ ഈ പയ്യൻ ബാക്കിലൂടെ ഇറങ്ങുന്നുണ്ട്. ബാക്കിലൂടെ ഇറങ്ങിയിട്ട് ഈ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ എന്താണ് കാണുന്നത് എന്ന് കാണാനുള്ള ആകാംക്ഷയിൽ അവൻ പോയി നോക്കുകയാണ്. അവിടെ പന്ത് കളിയാണ്. ഇവൻ ഈ പന്ത് ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടക്ക് ഈ പന്ത് കളിക്കിടയിൽ പുറത്തേക്ക് വരുന്നു. അപ്പോൾ പുറത്തേക്ക് വരുന്ന പന്ത് ഓടി പിടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇന്ത്യക്കാരുടെ മത്സരമാണ്. അങ്ങനെ ഇവൻ ആ പന്ത് കിട്ടുന്നു. ഇവൻ ആ പന്ത് കാലുകൊണ്ട് അടിക്കുന്നുണ്ട്. ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് കിക്ക് ഇൻ ഇന്ത്യൻ ഫുട്ബോളർ. അത് 19-ാം നൂറ്റാണ്ടിലാണ്. ആ പയ്യൻ്റെ പേര് നാഗേന്ദ്ര സർബാധികാരി എന്നാണ്.
അദ്ദേഹത്തെയാണ് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പിതാവ് എന്ന്, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പന്ത് തട്ടിയ ആൾ അദ്ദേഹമാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹമാണ് മോഹൻ ബഗാനെ പോലെയൊക്കെയുള്ള ക്ലബ്ബുകൾ, അതായത് ആ കാലത്ത് ആദ്യകാല ക്ലബ്ബുകളൊക്കെ കൊണ്ടുവന്ന അദ്ദേഹമാണ്. അങ്ങനെ നമ്മൾ കാഴ്ചക്കാരായി തുടങ്ങിയ നമ്മൾ ഇപ്പോൾ ലോകകപ്പ് എവിടെ നടന്നാലും, ഞാൻ 2010 മുതൽ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിൽ അത് ചെയ്തിട്ടുണ്ട്, 2014 ബ്രസീൽ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 2018 റഷ്യയിൽ നടന്ന വേൾഡ് കപ്പ്, ഏറ്റവും ഒടുവിൽ 2022 ഖത്തർ വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വേൾഡ് കപ്പിലൊക്കെ ലോകത്തിൻ്റെ എവിടെ വേൾഡ് കപ്പ് നടന്നാലും ഏറ്റവും നല്ല കാഴ്ചക്കാർ നമ്മളാണ്. ഖത്തറിൽ ഏറ്റവും അധികം ലോകകപ്പ് കണ്ട ഒരു മലയാളീസാണ്. അർജന്റീനിയൻ ഫുട്ബോൾ ടീം ഏറ്റവും വലിയ പിന്തുണ കൊടുത്തത് നമ്മളാണ്. എന്നിട്ട് ലോകകപ്പ് നേടിയതിന് ശേഷം അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ ഒഫീഷ്യൽ പേജിൽ ട്വീറ്റ് ചെയ്ത് നന്ദി പറഞ്ഞത് കേരളത്തിനാണ്, മലബാറീസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നല്ല കാഴ്ചക്കാരാണ് നമ്മൾ, എല്ലായിടത്തും നമ്മൾ നല്ല കാഴ്ചക്കാരാണ്. ഇപ്പോൾ ഞാൻ ഇടപെട്ടു, അതായത് നമ്മൾ നല്ല കാഴ്ചക്കാരെന്ന് നമ്മൾ അർജന്റീനയും ബ്രസീലിന്റെയും കളി മാത്രമേ അവിടെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി. ഇപ്പൊ നിങ്ങളിൽ എത്ര പേര് ഇന്ത്യൻ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കളി കാണുന്നുണ്ട്? കേരള ബ്ലാസ്റ്റേഴ്സ് കാണുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല ഇന്ത്യൻ ഫുട്ബോൾ. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ്. ഇപ്പം ഏതെങ്കിലും ഒരു കുട്ടീനോട് ചോദിച്ചാൽ അവൻ ഇന്ത്യൻ നാഷണൽ ടീം കളിക്കേണ്ട, അവന് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചാൽ മതി. അതല്ല കാര്യം. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് മാത്രമാണ്. നമ്മുടെ മലയാളികളിന് വേറെ ഒരു സാധനം ഇല്ലാത്തത് കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുറകെ പോകുന്നത്. അല്ലെങ്കിൽ 2-3 ക്ലബ്ബുകൾ നിങ്ങൾക്ക് വേറെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് ഡിവൈഡ് ചെയ്ത് പോകുമായിരുന്നു. നിങ്ങൾക്ക് എന്താ പറയുക, ആകെ കിട്ടിയൊരു സാധനം കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എന്നുള്ളതാണ്. അതാണ് അതിന്റെ റിയാലിറ്റി. അത് നിങ്ങൾ എന്തല്ല എന്ന് പറഞ്ഞാലും അതാണ് അതിന്റെ റിയാലിറ്റി. അവിടെയാണ് പ്രശ്നമുള്ളത്. ഇപ്പം ബാംഗ്ലൂർ ഇതേപോലത്തെ ഫാൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ അത്ര ആൾക്കാരില്ല. മനസ്സിലാകുന്നുണ്ടോ? കൊൽക്കത്തയിലുണ്ട്, കൊൽക്കത്തയിൽ 2-3 ക്ലബ്ബ് ഉണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ആയി പോകുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ കേരളത്തിൽ അതല്ല സിറ്റുവേഷൻ. കേരളത്തിൽ ഇപ്പം ഇനി ഗോകുലം വരട്ടെ ISL അപ്പോൾ മനസ്സിലാവും കേരള ബ്ലാസ്റ്റേഴ്സ് എന്താണെന്നുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല ടീമല്ല എന്നുള്ളതല്ല പറയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല സ്വപ്നം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ടീമാണ്. അതില്ല കുട്ടികൾക്കിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് സ്വപ്നം. മഞ്ഞ കുപ്പായിട്ട് കളിക്കുക എന്നുള്ളതാണ്. മഞ്ഞ കുപ്പായിട്ട് കളിക്കുന്നത് ഒന്നുമല്ല. അത് ഇന്ത്യയിലെ ഒരു ക്ലബ്ബ് മാത്രമാണ്, 12ൽ ഒരു ക്ലബ്ബാണ്, ഏറ്റവും കൂടുതൽ ഫാൻസിലെ ക്ലബ്ബാണ്, ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ക്ലബ്ബാണ്. അതൊക്കെ ഓക്കെയാണ്. കളിച്ച ടീമും കൂടിയാണ് ഞാൻ കളിച്ച ടീം. എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയുന്നത് അവിടെ കളിച്ചതുകൊണ്ടാണ്. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതല്ല റിയാലിറ്റി എന്ന് പറയുന്നത് നാഷണൽ ടീം കളിക്കുക എന്നുള്ള നാഷണൽ ടീമിന്റെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബാംഗ്ലൂർ FC ഒരു സ്റ്റെപ്പാണ്, മോഹൻ ബഗാൻ ഒരു സ്റ്റെപ്പാണ്, എല്ലാം ഒരു സ്റ്റെപ്പാണ്. പക്ഷെ കുട്ടികളുടെ സ്വപ്നം ചേട്ടാ എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചു. ഏത് സ്കൂളിൽ പോയി ചോദിച്ചാൽ അതാണ്. അതായത് ആസ് എ ജേർണലിസ്റ്റ് നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമായി. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കളികളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം, ചിരിക്കണ്ട. ആ ഉദാഹരണം എന്ന് പറയുന്നത് 2018 കമാലൊക്കെ റിപ്പോർട്ട് ചെയ്യുക അർജന്റീനയും ബ്രസീലും മാത്രമാണ്. സന്തോഷ് ട്രോഫി നടക്കുന്നുണ്ട്, പോയിട്ടില്ല. ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായത്, അതുകൊണ്ടാണ് ചിരിക്കേണ്ടത് ഞാൻ പറയുന്നത്. അതായത് ഈ റഷ്യൻ വേൾഡ് കപ്പ് ഫൈനൽ 2018 ക്രൊയേഷ്യയും ഫ്രാൻസും തമ്മിലായിരുന്നു. ക്രൊയേഷ്യ എന്ന് പറയുന്നത് കൊച്ചു രാജ്യമാണ്, നമ്മുടെ വയനാടിന്റെ വലുപ്പം പോലും ഇല്ല ആ രാജ്യത്തിന്. ആ രാജ്യമാണ് വേൾഡ് കപ്പിന്റെ ഫൈനൽ കളിക്കുന്നത്. അപ്പം ഫൈനലിന് തൊട്ട് മുമ്പ്, കളി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് 2 ടീം ലൈനപ്പ് ചെയ്യുമ്പോഴോ മൈതാനത്ത് വലിയ അനൗൺസ്മെന്റ് നടക്കും. ഈ രാജ്യങ്ങളുടെ ദേശീയ ഗാനത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം. അപ്പോൾ പ്ലീസ് സ്റ്റാൻഡ് ഫോർ ദ നാഷണൽ ആന്തം ഓഫ് ക്രൊയേഷ്യ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഞങ്ങളുടെ അരികിൽ ഒരു ക്രൊയേഷ്യക്കാരനായ മാധ്യമപ്രവർത്തകർ അവരിങ്ങനെ കരയുകയാണ്. അതായത് അവൻ്റെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ് മുഴങ്ങുന്നത്. ആ ദേശീയ ഗാനത്തിന് വേണ്ടിയിട്ടാണ് ലോകം മുഴുവൻ, ടെലിവിഷൻ പ്രേക്ഷകർ പോലും എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ആ സന്തോഷത്തോടെ ഇങ്ങനെ കരയുകയാണ്. അവൻ കണ്ടിങ്ങനെ നിറഞ്ഞ് അവർ തോറ്റുപോയി. പക്ഷേ അപ്പോഴും നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നത്, ആസ് എ ജേർണലിസ്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്നായിരിക്കും ഒരു വേൾഡ് കപ്പ് വേദിയിൽ പ്ലീസ് സ്റ്റാൻഡ് ഫോർ ദ നാഷണൽ ആന്തം ഓഫ് ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന് വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ എപ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവുക എന്ന് നമ്മളിങ്ങനെ സ്വപ്നം കാണാറില്ല. പക്ഷെ നേരത്തെ വിനീത് പറഞ്ഞു, സമീപകാലത്തൊന്നും നമ്മൾ വേൾഡ് കപ്പ് കളിക്കാനായിട്ട് പോകുന്നില്ല. കാരണം നമ്മുടെ ഫുട്ബോൾ അങ്ങനെയാണ്. സോ ആ ഫുട്ബോളിനെ മെച്ചപ്പെടുത്താനുള്ള ഒരു സെഷനായിട്ട് ഈ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഈ സെഷൻ മാറട്ടെ എന്നുള്ളൊരു കൺക്ലൂഷനാണ് എൻ്റേത്. ഇനി നിങ്ങൾക്ക് വിനീതിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചിട്ട് നമുക്കത് അവസാനിപ്പിക്കാം. ചോദിച്ചു. എനിക്ക് വിനീതിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം സൗദി പോലെ ഇസ്ലാമികമായിട്ടുള്ള ഒരു രാജ്യം, അവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് പറയുന്നത്. അവർ വരെ ഒരു വേൾഡ് കപ്പിലേക്കൊക്കെ എൻട്രിയിലേക്ക് വരുന്നുണ്ട്.
എന്തുകൊണ്ടാണ് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് ഈ പറയുന്ന ഒരു വേൾഡ് കപ്പ് സൗദിയിലുണ്ട്. ഇങ്ങനൊരു മാറ്റം എന്തുകൊണ്ടാണ് ജനാധിപത്യ രാജ്യമായി ഇന്ത്യയിലെ കായിക മന്ത്രാലയം പോലെയുള്ള സംവിധാനങ്ങളുള്ള സ്ഥലത്ത് ഡെവലപ്പ് ഇല്ലാത്തത്? മാത്രമല്ല, ഇന്ത്യയിലെ കേരളം അല്ലാതെ മറ്റേത് സ്ഥലമാണ് ഫുട്ബോൾ ഡെസ്റ്റിനേഷനെ ഹോപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇതാണ് ചോദ്യം. മറ്റൊന്ന് ഒരു പേഴ്സണൽ ചോദ്യമാണ്. അപ്പോൾ ഫുട്ബോള്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, പുസ്തകം, ഇനി നെക്സ്റ്റ് എന്താണ് പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നെക്സ്റ്റ് അവതാരകനോടൊരു യോജിപ്പ്. ഞങ്ങൾ പത്രക്കാരെന്നാണ് പറഞ്ഞത്. ഇവിടെ സംഘീയ രാഷ്ട്രീയം പറയുന്ന പത്രമുണ്ട്, ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന പത്രമുണ്ട്. അപ്പോൾ പലതരത്തിൽ പത്രത്തിന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, യൂട്യൂബിലൂടെ ഇൻഡിവിജ്വൽ ജേർണലിസം പറയുന്ന ധ്രുവരാട്ടി പോലുള്ള ആളുകൾ ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയയിനേക്കാളും വിസിബിലിറ്റി ഉള്ള ആളുകളാണെന്നുള്ളത് ഇതിനെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, ഞാൻ നിങ്ങൾക്ക് വീട് തരാം, പാലം തരാം, റോഡ് തരാം എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ വോട്ട് കൊടുക്കുന്നത് വീഡിയോ കാട്ടിയിട്ട് എനിക്ക് വോട്ട് തരും എന്ന് പറഞ്ഞതിൽ പ്രശ്നമില്ലാന്ന് ഞാൻ കരുതുന്നു. വിനീതരോട് ആദ്യത്തേത് സൗദിയിൽ എനിക്ക് തോന്നുന്നു സൗദി ഫുട്ബോളിനെക്കാട്ടും കൂടുതൽ പണമാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് വന്നത് തന്നെ പണം, അല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണടച്ച് കാണിക്കാം, പക്ഷെ പണം അത് പിന്നെ അവിടുത്തെ നിയമങ്ങൾ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നതോട് എത്രത്തോളം ജനാധിപത്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ നന്നായിട്ട് അറിയുന്ന കാര്യം. ഇപ്പം പറഞ്ഞതിൻ്റെ ഒരു കാര്യം വളരെ സിമ്പിളാണ്. നമ്മളെ ഈ പറയുന്ന സാധനങ്ങളൊന്നും താഴത്തെ ലെവലിൽ എത്തുന്നില്ല. നമ്മളിപ്പം എന്ത് അസോസിയേഷൻ, ഫെഡറേഷൻ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും താഴെത്തട്ടിൽ എത്തുന്നില്ല. താഴെത്തട്ടിൽ എത്താത്തടത്തോളം കാലം, താഴെത്തട്ടിൽ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, കുട്ടികളിലേക്ക് എത്തുന്നില്ല. കുട്ടികളിലേക്ക് എത്താതെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ടാലന്റിനെ അവിടെ നമ്മൾ കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ 100-ൽ ഒരാൾ അല്ലെങ്കിൽ 1000-ൽ ഒരാളെ മാത്രമാണ് നമ്മൾ കണ്ടെത്തുന്നത്. 1000 കുട്ടികൾ അല്ലെങ്കിൽ 999 കുട്ടികൾ മിസ്സാവുകയാണെന്നുള്ളത്. അപ്പം അത്രയും ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കാത്തോളം കാര്യം നമ്മൾ വലിയ രാജ്യമാണ്, അതുകൊണ്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റും. നമ്മൾ വലിയ രാജ്യത്തിനനുസരിച്ച് ജനസംഖ്യ നമുക്കുണ്ട്, പണിയെടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അവരെ ഉപയോഗിക്കാൻ പഠിക്കണം. അവരെ ഉപയോഗിക്കാൻ അറിയില്ല. കാരണം നമുക്ക് എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ട്, എല്ലാത്തിനും തടസ്സങ്ങളുണ്ട്. ഇപ്പം നമ്മളെ ഗവൺമെൻറ് എന്തെങ്കിലും ഒന്നിനും ഇറങ്ങി പുറപ്പെട്ടാൽ എനിക്ക് ശരിയായിരിക്കും, നിങ്ങൾക്ക് തെറ്റായിരിക്കും. ഇഷ്ടംപോലെ ആൾക്കാർ അത് എതിർക്കാനുണ്ടാവും. അത് റിസൾട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് പോലും ആർക്കും അറിയണ്ട. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഇപ്പം ഫുട്ബോളിൻ്റെ കാര്യം പറയുമ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് മേലോട്ട് എത്താൻ പറ്റൂ. ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടില്ല. അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പല സ്ഥലത്തും കോച്ചുകളില്ല, പല സ്ഥലത്തും എന്താ പറയുക, ട്രെയിനിങ് ഫെസിലിറ്റീസ് ഇല്ല, ഗ്രൗണ്ടുകളില്ല. നമ്മളെ കേരളം കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി. ഇപ്പോൾ ഗോവയുണ്ട്, പക്ഷെ ഗോവയിൽ പോകുമ്പോൾ പോലും കേരളത്തിൻ്റെ അത്ര വരില്ല. ഇപ്പം കൽക്കത്തയിൽ പോകുമ്പം, കൽക്കത്തയിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന കൽക്കത്തയിൽ ഭയങ്കര നല്ല ഫുട്ബോൾ ഫാൻസ്, ഫുട്ബോൾ ആൾക്കാരാണ്. പക്ഷെ കൽക്കത്ത എന്നുള്ളൊരു സിറ്റി മാത്രമേ ഞാൻ അവിടെ ഫുട്ബോൾ കണ്ടിട്ടുള്ളൂ. ബാക്കി കളിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അത്രത്തോളം കൂടുതലായിട്ടുള്ള ആൾക്കാരില്ല. കേരളത്തിലാണെങ്കിൽ അങ്ങ് ഇങ്ങോളം ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, കളി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, കുട്ടികളെ കളിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എല്ലാവരാണ്. അത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ഇനിയിപ്പോൾ എൻ്റെ പേഴ്സണൽ ചോദ്യത്തിലാണെങ്കിൽ, ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാമെന്നാണ്. ഇനിയിപ്പം പ്രായമായ ഒരുപാട് ലൈക്ക് ഫുട്ബോൾ റിട്ടയർ ചെയ്യേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. റിട്ടയർ ചെയ്ത് എനിക്ക് ഫോട്ടോഗ്രാഫി കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം അതായിരിക്കും എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്. എന്നോട് ചോദിച്ചില്ലേ, അഭിപ്രായ വ്യത്യാസം മാത്രമേ പറയുള്ളൂ. പക്ഷെ വേറൊരു കാര്യം എന്താ, നമ്മുടെ സ്പോർട്സിൽ നമുക്ക് രാഷ്ട്രീയമില്ല, അത് പാടില്ല എന്ന് അതിശക്തമായിട്ട് ഇതില് ഒരു കാര്യം ഞാൻ പറയാം. നമ്മള് കണ്ടിട്ട് ഞെട്ടിയൊരു സംഭവം, അതായത് ഞാൻ കഴിഞ്ഞ ഏഷ്യ കപ്പ്, ഈ ജനുവരിയിൽ ഖത്തറിൽ ഏഷ്യ കപ്പ് നടന്നപ്പോൾ നമ്മുടെ അത്ഭുതത്തോടു കൂടി, അതിലേറെ ആശ്ചര്യത്തോടു കൂടി കണ്ട ഒരു കാര്യം, നമ്മുടെ സെലക്ഷൻ, അതായത് ഒരു ഇന്ത്യ എന്ന രാജ്യത്തെ പ്രതിനിധീകരിച്ച് മൈതാനത്ത് കളിക്കേണ്ട 11 പേരെ തിരഞ്ഞെടുക്കുന്നത് ടാലന്റ് മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല, ജാതകം കൂടി നോക്കിക്കാം. ഈ ദിവസം CK വിനീത് എന്ന പ്ലെയറുടെ ജാതകം അല്ലെങ്കിൽ ശനിയാണെങ്കിൽ യാതൊരു വിശ്വാസമുള്ളവരാണെങ്കിൽ ശനിയാണെങ്കിൽ CK വിനീത് എന്ന സ്ട്രൈക്കർ പുറത്താ. അത്രമാത്രം എന്താണ് നമ്മുടെ ഫുട്ബോൾ മോശമായി വന്നിരുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതിന് നമ്മൾ അതിനൊക്കെ എതിരെയാണ് പോളിറ്റിക്സ്. അത് ഫുട്ബോളിനകത്ത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കഴിഞ്ഞ 10 കൊല്ലമായിട്ടുള്ള കാര്യം അത് തന്നെയാണ്. അതിലൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം നമുക്കത് മാറ്റാത്തത്തോളം കാലം ഒന്നും നന്നാവില്ല. അമൽ, ഞാനൊരു സ്പോർട്സ് ജേർണലിസ്റ്റാണ്. ചോദ്യമല്ല, എൻ്റെ അനുഭവമാണ്. അത് കൂടാതെ ഇപ്പോൾ UAE നാഷണൽ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന ഒരു
M50യുടെ പിതാവുണ്ട്. കേരള അണ്ടർ 19 ക്രിക്കറ്റ് എന്ന് പറയുന്നത് കേരളത്തെ പഠിപ്പിക്കാൻ നിങ്ങൾ അവിടെ കൊണ്ടുവന്ന അതാ ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇതാണ് പ്രശ്നം. അതുകൊണ്ട് അതാ ഫീലിംഗ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ജേർണലിസ്റ്റ് ആണ്. ഞാൻ എനിക്ക് ഇതിന്റെ ഇൻസൈറ്റ്സ് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ കേരളത്തിൽ നിന്ന് മാറ്റിയത്. മനസ്സിലായില്ലേ? ക്രിക്കറ്റ് എന്ന് നിങ്ങൾ പറയുന്നത് മാത്രമല്ല കേട്ടോ, ഇപ്പൊ ഒരുവിധം എല്ലാം കൂടെ എല്ലാവരും പറഞ്ഞു. സഞ്ജു ഉൾപ്പെടെ പറഞ്ഞു ഇവിടെ നിന്ന് പുറത്തേക്കാൻ കൊണ്ടുപോയിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്താ പ്രശ്നം? നമ്മൾ കളി കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അറ്റ് സ്പോർട്ടിംഗ് നേഷൻ അല്ല ഇന്ത്യ. ഓക്കെ, ഞാനൊരു 20 വർഷം ഇന്റർനാഷണൽ സ്പോർട്സ് കവർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ മനസ്സിലാക്കിയത് തിരിച്ചിവിടെ വന്നപ്പോൾ ഞാൻ ഈ നാഷണൽ ഗെയിംസ് നടക്കുന്ന സമയത്ത് ഞാൻ തേൽക്കയിൽ നോക്കിയാണ്. ഞാൻ പ്രസ് കോൺഫറൻസ് ചോദ്യം ചോദിച്ചപ്പോൾ അന്നത്തെ സ്പോർട്സ് മിനിസ്റ്റർ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞത് കുഴപ്പിക്കരുത്. ഞാൻ കുഴപ്പിക്കരുതെന്ന എന്താണ് ഞാൻ ചോദ്യം ചോദിച്ചു. എനിക്ക് എൻ്റെ അക്കൗണ്ട്സ് എങ്ങോട്ട് പോയെന്നുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഇതെടുത്ത് വെച്ചിട്ട് ചോദിക്കാന്ന് പറയുമ്പോൾ പറയാം കുഴപ്പിക്കല്ലേ. ആരെ കുഴപ്പിക്കാം? ഞാൻ ഈ സിസ്റ്റം മാറാതെ ഞങ്ങൾക്ക് ഞാൻ സ്പോർട്സ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു 6 വർഷം പുറകെ നടന്നൊക്കെ ഞാൻ ഇവിടെ അണ്ടർ 19 കേരള എത്തി. വീണ്ടും സജന എല്ലാവരും ഞങ്ങൾ ഫ്രണ്ട്സാണ്. പക്ഷെ ഞാൻ ഇൻഡിവിജ്വലി ആ കുട്ടീൻ്റെ പുറകെ പോയത് കൊണ്ട് ഇന്ന് എനിക്ക് അവിടെ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ ഒരു ജോലി പോയ കാര്യം. ഞാൻ ഈ പറയുന്ന നാഷണൽ ടീം കളിക്കുന്ന സമയത്താണ് സെൻട്രൽ ഗവൺമെന്റ് എനിക്ക് ജോലി കിട്ടുന്നത് തിരുവനന്തപുരം. അന്ന് ജോലി കിട്ടും. എനിക്ക് 2 സ്ഥലത്ത് ജോലി കിട്ടും. ഞാൻ ഇത് അധികം ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് പേഴ്സണലി ഒരാളെയും ഇൻസൾട്ട് ചെയ്യണോ അല്ലെങ്കിൽ മോശമാക്കണമെന്ന് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. 2 സ്ഥലത്ത് ജോലി കിട്ടി. ഒരു സ്ഥലത്ത് ഒന്ന് കൊച്ചിയിലായിരുന്നു, ഒന്ന് തിരുവനന്തപുരത്തായിരുന്നു. 2 സെൻട്രൽ ഗവൺമെന്റ് ജോബായിരുന്നു. സെലക്ഷൻ ട്രയൽസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. ജോലി അപ്പോയിൻമെന്റ് ലെറ്റർ വരുന്നതിന് മുന്നേ തന്നെ അവർ ഓൾറെഡി എൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തു ജോലി ഉണ്ട് എന്നുള്ളത്. അതിലൊരു കോച്ചിന്റെ അസിസ്റ്റന്റ്, പഴയ പ്ലെയറാണ്, 2 ആൾ, കോച്ചും പ്ലെയറാണ്, അസിസ്റ്റന്റ് പ്ലെയറാണ്. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അയാളെന്ന് പറയാൻ പാടില്ല, ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കോച്ച് നിന്നെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ വിവാ കേരളയിൽ കൊച്ചി കളിക്കുക. ഞാൻ മൂപ്പര് ഓഫീസിൽ പോയപ്പോൾ മൂപ്പര് ഞാൻ വന്നത് എന്തിനാണെന്ന് പോലും അറിയാത്ത രീതിയിലാണ് എൻ്റെ അടുത്ത് നോക്കുന്നത്. എന്നെ ഇങ്ങനെ നോക്കി എന്താണെന്ന് ചോദിച്ചു. ലൈക്ക് ആദ്യം നോക്കിയില്ല, കുറേ സമയം എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അവിടെ കസേരയൊക്കെ ഉണ്ട്, എന്നോട് ഇരിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നോക്കി എന്നോട് പറഞ്ഞു എന്തേ വന്നേന്ന് ചോദിച്ചു. ഒരു എന്താ പറയുക, പേടിപ്പിക്കുന്ന രീതി. ഞാൻ അന്ന് പേടിച്ചു. അന്ന് ഞാൻ ചെറിയ കുട്ടിയാണെന്ന് ഞാൻ പേടിച്ചു. അപ്പം എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ വിളിപ്പിച്ചത് എനിക്കറിയില്ല, സാറിലെ വിളിപ്പിച്ചത്. അപ്പം ഞാൻ പോയി. അപ്പം എൻ്റെ അടുത്ത് വന്ന് മൂപ്പര് ബേസിക്കലി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാണ്, ജോലി നിങ്ങൾക്ക് ഇവിടെ കിട്ടും, പക്ഷേ ഇതിന് ശേഷം നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല. ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ടൂർണമെന്റുകളിൽ കളിക്കാം, അതല്ലാതെ പ്രൊഫഷണലോ സാധനങ്ങളൊന്നും കളിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. അത് ശരിക്കും ഭീഷണിയിട്ട് സാറായി. ഞാൻ ഒന്നും മിണ്ടാതെ ഇറങ്ങി അന്ന്. ഇന്നാണെങ്കിൽ ഞാൻ നല്ല തെറി പറയും, സത്യം പറഞ്ഞാൽ ഇന്നാണെങ്കിൽ ഞാൻ നല്ല തെറി പറയും. അത് ഞാൻ ഒന്നും മിണ്ടാതെ ഇറങ്ങി. അത് ഞാൻ പറഞ്ഞു. അത് ഞാൻ ഇറങ്ങിയിട്ട് നേരെ വിളിക്കുന്നത് ഈ ചേട്ടനെയാണ്, അസിസ്റ്റന്റ് ആയിട്ടുള്ള ചേട്ടനോട്. ഞാൻ തിരുവനന്തപുരത്ത് പോയി കണ്ടു. തിരുവനന്തപുരത്ത് കണ്ടിട്ട് ഞാൻ അതിനു മുന്നേ ഞാൻ 2ാമത്തെ ഓഫീസിൽ എനിക്ക് ജോലി AGC ഓഫീസിൽ വിളിച്ചിട്ട് അവരോടത്ത് എൻ്റെ അപ്പോയിൻമെന്റ് കൺഫർമേഷൻ വാങ്ങിച്ചു. കൺഫർമേഷൻ വാങ്ങിച്ചതിന് ശേഷം ഞാൻ അവരുടെ അടുത്ത്, ഈ 2ാമത്തെ അസിസ്റ്റന്റ് കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടമായിട്ടില്ല, അവരെന്നെ ട്രീറ്റ് ചെയ്തത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ AGC ഓഫീസിൽ ജോയിൻ ചെയ്തത്. AGC ഓഫീസ് ജോയിൻ ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് സെയിം സാധനമാണ്, പക്ഷെ അവർക്ക് കുറച്ചും കൂടി മയം ഉണ്ടായിരുന്നു. അവർ കുറച്ചും കൂടി സ്നേഹത്തിന്റെ ഭാഷയിലാണ് അവർ പറഞ്ഞത്, മോനെ പറ്റില്ല, നീ വന്നോ ജോയിൻ ചെയ്തോ, നിന്നെ കളിക്കാൻ വിടുന്നത് നമുക്ക് ആലോചിക്കേണ്ട കാര്യമാണ്. ഞാൻ കളി വിട്ടിട്ടാണ് അവിടെ ജോയിൻ ചെയ്തത്, മതി നിർത്താം എന്നുള്ള രീതിയിലാണ് ജോയിൻ ചെയ്തത്. പക്ഷെ അവിടെ ജോയിൻ ചെയ്ത് 1 മാസം കഴിയുമ്പോൾ അവിടുത്തെ മാഡം ഉണ്ട്, DH അശ്വതി മാഡം എൻ്റെ അടുത്ത് വന്നിട്ടാണ് എന്നോട് ചോദിച്ചത് നിനക്ക് പോകണ്ടേ. ഞാൻ പോയി. മാഡം പറഞ്ഞാൽ എനിക്ക് പോകണം. ഞാൻ മറ്റേ എന്താ പറയുക, കിട്ടി ഓടിക്കോ എന്നുള്ള രീതിയിലായിരുന്നു. പിറ്റേ ദിവസം ഞാൻ പോയി ബാംഗ്ലൂർ പോയി ഞാൻ കളി തുടങ്ങി. ഞാൻ പോയി അശ്വതി മാം അവിടെ ഉണ്ടാവുന്നിടത്തോളം എനിക്ക് ലീവോ പ്രശ്നങ്ങളോ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. മാഡം എല്ലാം നോക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്നു, മാഡം ട്രാൻസ്ഫർ ആയി പോയി, പുതിയ സാറ് വന്നു, ദീപക് സാറ് നോക്കുന്നുണ്ടായി. അതിൻ്റെ നടുവിൽ ഇതിൻ്റെ താഴെയുള്ള ഓഫീസിൽ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനാണ്. അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലാണ് അവർ ഞങ്ങൾ എവിടെ വർക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത്. ഞാൻ കളിക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ ആ സെക്ഷനിൽ തന്നെയായിരുന്നു. അവിടുത്തെ അഡ്മിൻ മൂപ്പര് റിട്ടയർ ആയി പുതിയൊരാൾ വന്നപ്പോൾ അയാൾ ആദ്യം ചെയ്ത പണി ബാംഗ്ലൂരിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, അന്ന് ഞാൻ നാഷണൽ ടീം കളിക്കുന്ന സമയം, ബാംഗ്ലൂരിൽ കളിക്കുന്ന എന്നെ വിളിച്ചു വരുത്തലാണ്. എന്നെ അയാൾ വിളിച്ചു വരുത്തി. അയാളിന്ന് വിളിക്കുന്നത് എനിക്ക് ബഹുമാനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒന്ന് വിചാരിക്കും. അയാൾ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ആദ്യം എന്നോട് പറഞ്ഞത് ഇനി നിനക്ക് പോവാൻ പറ്റൂല എന്നുള്ളതാണ്. ഞാൻ തലമുള്ളിക്ക് വിട്ടു. ആ ക്യാബിൽ നിന്ന് പുറത്തിറങ്ങിയതും അടുത്ത ഫ്ലൈറ്റിന് ഞാൻ ബാംഗ്ലൂർക്ക് പോയി. അത് കഴിഞ്ഞ് 2.5-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് ടെർമിനേഷൻ ലെറ്റർ വരുന്നത്. ടെർമിനേഷൻ ലെറ്റർ വരുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള റീസൺസ് ഞാൻ അവർക്ക് വേണ്ടി കളിച്ചില്ല, അറ്റൻഡൻസ് ഇല്ല, ഇതൊക്കെയായിരുന്നു. പക്ഷെ
ആർക്ക് വേണ്ടി കളിച്ച സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റ് 5 കൊല്ലം ഞാൻ ഉണ്ടായിരുന്നത്, അതിൽ 4-3 കൊല്ലം ഞാൻ ഡിപ്പാർട്ട്മെന്റ് ടൂർണമെന്റ് കളിച്ചിട്ടുണ്ട്. 2 കൊല്ലം കളിക്കാത്തത്, ഒന്ന് അവരെ കളി നടക്കുന്നത് ബാംഗ്ലൂരായിരുന്നു. ഫസ്റ്റ് കളിയിൽ അന്ന് മാച്ചിനന്ന് എനിക്ക് ക്ലബ്ബ് കളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് അത് ജയിച്ചിട്ട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അവരത് തോറ്റു. രണ്ടാമത്തത് ഞാൻ നാഷണൽ ടീം ക്യാമ്പിലായിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ 2 കൊല്ലം കളിക്കുന്നത്. ബാക്കി എല്ലാ കൊല്ലവും ഞാൻ കളിച്ചിട്ടുണ്ട്. അതിൽ സർട്ടിഫിക്കറ്റ് എൻ്റെ വീട്ടിൽ കിടക്കുന്നത്. അവർ കളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ പോകുന്നത് കൊണ്ട് അവിടെ ഇവർക്ക് പുതിയ ഗസ്റ്റ് പ്ലേയേഴ്സിനെ എടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് പൈസ ചിലവുണ്ട്. ആ പൈസ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവർക്ക് ജേഴ്സി വാങ്ങി കൊടുത്തിട്ടുണ്ട് മാസങ്ങൾ. അതായത് ഇവരുടെ ടീമിന്റെ കിറ്റ് ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഈ പറയുന്ന ടെർമിനേഷൻ ലെറ്ററിൽ വന്നിട്ടില്ല. ടെർമിനേഷൻ മറ്റുള്ള അറ്റൻഡൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഈവൻ പ്രൊവേഷൻ എക്സാം എഴുതി പാസ്സായതാണ്. പക്ഷെ ഇതൊന്നും നോക്കിയിട്ടില്ല. അന്ന് ഈ പറഞ്ഞ സ്പോർട്സ് മിനിസ്റ്റർ വണ്ട കഷത്തെ ട്വീറ്റ് ഇട്ടതാണ് ഇവന് ജോലി കൊടുക്കുന്നുള്ളത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അയാളത് മാറ്റി പറഞ്ഞു. അത് ഞാൻ ഇതിലൂടെ പറഞ്ഞു നിർത്താം. അതായത് സ്പോർട്സ് മിനിസ്റ്ററിന്റെ കാര്യം, ഈ ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടൊരു പ്രൈവറ്റ് പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടീമിനെ UAE കൊണ്ടുപോയി എൻ്റെ പൈസ കൊടുക്കാം. ഓക്കെ, എന്തിനാ? സ്പോർട്സിനോടുള്ള പാഷൻ. എൻ്റെ മോളൊക്കെ കളിക്കുന്നുണ്ട്. അന്ന് സ്പോർട്സ് കൗൺസിൽ ഒരു കോച്ചിനെ കൂടെ ഇടണം, കോച്ചിനെ. അതിന് പെർമിഷൻ കൊടുത്തിട്ടില്ല സ്പോർട്സ് കൗൺസിൽ. അത് നേരെ മിനിസ്റ്ററിനെ കാണാൻ പോയി. ഞാൻ മിനിസ്റ്റർ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾ ആലോചിച്ചോ. ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പിൽ ഈ മിനിസ്റ്റർ പറഞ്ഞ പെൺകുട്ടികളായിട്ട് പോകുന്നത്, അതെ പെൺകുട്ടികളായിട്ട് ദുബായ് പോകുന്ന എന്തിനാണ് ഞങ്ങൾക്ക് അറിയാം. ഇതാണ് നമ്മുടെ സ്പോർട്സ്. ഇനി നമ്മൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നു നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ഞാൻ കേട്ടതാ, അപ്പോൾ പെൺകുട്ടികളായിട്ട് കളിക്കാൻ പോകുന്ന ദുബായ് കൊണ്ടുപോകുന്നത് എന്തിനാണ്? ഞാൻ എൻ്റെ മോളാ പോകുന്നതാണ്. ഇതാണ് അവിടെ ഇവിടെ ഇനി ആർക്കെങ്കിലും പെട്ടെന്ന് വായിക്കില്ല. ഗ്രാസ് റൂട്ട് ലെവലിലേ നമുക്ക് ഗ്രൗണ്ടില്ല പറഞ്ഞപ്പോ ഗ്രൗണ്ടില്ല, ഗ്രാസ് റൂട്ട് ലെവലിൽ ഇപ്പോൾ വനത്തില്ല, അതുപോലെ സാധനം ഒരു അക്കപ്പോട്ടിലൊക്കെ ഈ ജില്ലാ അതിലൊക്കെ ഈ അസോസിയേഷൻസിന് തലപ്പത്തിക്കുന്ന ആൾക്കാരുടെ ബന്ധുക്കളോ അവർക്ക് വേണ്ടപ്പെട്ടവരുടെ 75% കീപ്പിക്ക് ചെയ്യാം. അപ്പൊ ഇതൊന്നും ഇല്ലാത്തവരുടെ ഭാഗത്തുനിന്ന് വളരെ സാധാരണക്കാരായി കളിച്ചു ഈ സാധനത്തിലേക്ക് എത്തൂല. ഒന്നും നമ്മുടെ എക്സ്പീരിയൻസിലാണ്. പിന്നെ അത് വേറെ ഞാൻ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ചേട്ടൻ പ്രസ് ക്ലബിലല്ലേ, ചേട്ടൻ ഇത് വാർത്തോക്തോ, എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ഫോളോ അപ്പ് ചെയ്തോ? അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തു. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പം നിങ്ങളൊരു വാർത്ത കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യില്ല. അതൊരു സീരീസ് ആയിട്ട് പോയി അതിനൊരു ഉത്തരം കിട്ടുന്നവരെ നമ്മൾ പുറകെ നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പ്രദീപ് ഏട്ടൻ്റെയും റിനോൻ്റെയും ജോലിൻ്റെ സംബന്ധിച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ പേഴ്സണലി CMനെ കണ്ടിട്ടുണ്ട്, CMന്റെ PA രാകേഷ് ഏട്ടനെ കണ്ടിട്ടുണ്ട്, ശശിയേട്ടനെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ താഴെയുള്ള സെക്രട്ടറിനെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ താഴെയുള്ള സെക്രട്ടറിനെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ താഴെയുള്ള ആളെ കണ്ടിട്ടുണ്ട്. ആ പേപ്പർ അതിൻ്റെ അടുത്ത സെക്ഷനിൽ ഇന്നും കിടക്കുക. കാരണം അതിൻ്റെ അപ്പുറം ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇവരെ ജോലി എന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ ഇവിടെ ഇരുത്തുന്നത് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച് ഭയങ്കര ആൾക്കാർ അറിയുക എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ അയാളാണ് കേരളത്തിൽ, വിജയേട്ടൻ കഴിഞ്ഞാൽ. അയാൾ അടിച്ച ഗോളില്ലായിരുന്നെങ്കിൽ ഇന്ത്യൻ നെഹ്റു ട്രോഫി ജയിക്കൂല. പക്ഷെ നിങ്ങൾക്ക് ഒരാൾക്കും അയാളെ അറിയില്ല. ഈവൻ ഗവൺമെന്റിന് അറിയില്ല അയാൾ. കാരണം ഗവൺമെന്റിന് അയാളെ വേണ്ട. കാരണം നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇതിന്റെ പുറകെ പോയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. നിങ്ങൾ ഇത് കണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ പുറകെ പോകാൻ റെഡിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു മീഡിയ പേഴ്സൺ ആയ സ്ഥിതിക്ക്. പക്ഷെ ഒരു പിന്നെ സീറ്റ് ഉണ്ടായിരുന്നില്ല. അതൊന്നും രീതിയൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യം. സ്പോർട്സ് പേഴ്സൺ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ ഞാനൊരു കോച്ചാണെങ്കിൽ ഞാൻ തീരുമാനിക്കുന്നതാണ് ആര് കളിക്കണം എന്നുള്ളത്. അപ്പൊ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിൽ ആ ഇൻഫ്ലുവൻസ് ചെയ്തേ പറ്റും. അല്ലാതെ ഇപ്പം എനിക്ക് പോയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ അടുത്ത പ്രാവശ്യം എനിക്ക് വരുന്ന കുട്ടീനെ ആൾ സെലക്ട് ചെയ്യൂല എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല ഇവിടെ. ഇതൊന്നും നമുക്ക് അഴിമതി, അതാണല്ലോ ഇത് ബേസിക് കേസാണ്. അഴിമതി എന്ന് പറയുന്നതിൽ കുളിച്ചു നിൽക്കുന്നതാണ് നമ്മളെ ഇന്ത്യ എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചൊന്നും ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന 100 ആളോ നന്നായതുകൊണ്ട് മാത്രം നന്നാകുന്ന സാധനങ്ങളൊന്നുമില്ല. അതേപോലെ ഓരോ ഓൺലി പേഴ്സണലി ചിന്തിച്ച്, അതായത് ഞാൻ എൻ്റെ അക്കാദമിയിലേക്ക് ഒരു സെലക്ഷൻ എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് വിളിച്ചു പറഞ്ഞു ഇവനെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ അവനെ പുറത്താ പോയി. കാരണം എനിക്ക് വേണ്ടത് ടാലൻ്റ് ഉള്ള അല്ലെങ്കിൽ കളിക്കാൻ അറിയുന്ന കുട്ടിയാണ്. അല്ലാതെ എൻ്റെ അച്ഛന് പൈസ ഉള്ളത് കൊണ്ട് കളിക്കാരനാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടീനെ എനിക്ക് വേണമെന്നില്ല. ഒരു സെലക്ടർ ഇല്ലാത്താണ് നമ്മുടെ പ്രശ്നം. അവിടെയാണ് ഇപ്പൊ വിനീത് പറഞ്ഞ പോയത്. കളിക്കാൻ പോകണമെങ്കിൽ ഇത് വെച്ചുകൂടി നിൽക്കല്ലേ. അപ്പോഴും ഈ അസോസിയേഷൻ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അസോസിയേഷൻസ് ഉണ്ട്, ഫെഡറേഷൻസ് ഉണ്ട്, എല്ലാ സാധനങ്ങളും. ഇതിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ പല അസോസിയേഷനെയും പല ഫെഡറേഷൻ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ കളിയോട് താല്പര്യം ഉണ്ടായിട്ടാണ് എനിക്ക് ഇന്നത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല.
അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമില്ല. ബേസിക്കലി നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യം നമുക്ക് ഗ്രൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കണം എന്നതാണ് തുടക്കം. ഗ്രൗണ്ട് ഉണ്ടാക്കുന്ന കുട്ടികൾ കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഫിസിക്ക് മെസ്സിക്ക് ഫിസിക്കുണ്ട്. മെസ്സി റൊണാൾഡോ വയ്ക്കും എന്താ വ്യത്യാസം? ഭയങ്കര വ്യത്യാസമില്ല. ഫിസിക്കിന് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കളിക്കാൻ അറിയണമെന്ന് പറയും. ഏത് രാജ്യത്തിന് വേണ്ടി ആദ്യം കളിച്ച മാച്ച് ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഫലസ്തീനെതിരെ ഓക്കെ ഇന്ത്യ ഫലസ്തീൻ മാച്ചാണ്. ഫലസ്തീൻ നമുക്കറിയാം അല്ലേ. നമ്മൾ ആ മാച്ചിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഒപ്പം നിന്ന ടീമാണ്, ലീഡ് ചെയ്ത ടീമാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ 4-2 നമ്മൾ തോറ്റു. സെക്കൻഡ് ഹാഫിൽ കളിക്കാനുള്ള ഊർജ്ജം വിനീതിനുണ്ടോ ഒരു മാച്ചിൽ, ഒരു മെയിൻ മാച്ചിൽ? വിനീത് മീൻസ് ഞാൻ പ്രതിനിധീകരിച്ചു ഇല്ലാണ്ടൊന്നുമില്ല. നമുക്ക് ഇത് നമ്മൾ ട്രെയിനിങ് ചെയ്ത് ഉണ്ടാക്കി എടുക്കുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ ഉള്ള മാച്ചസ് നോക്ക്, എല്ലാം നമ്മൾ നല്ലോണം കളിക്കുന്നില്ലേ. ചില സിറ്റുവേഷൻസ് അങ്ങനെയാണ്. ഒന്ന് നമ്മൾ എത്രത്തോളം പ്രൊഫഷണൽ ആവുന്നു എന്നുള്ളതാണ്. കളിക്കാൻ എത്രത്തോളം പ്രൊഫഷണൽ ആവുന്നു എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് എന്താ പറയുക, നമ്മളിപ്പോൾ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്ന് അല്ലെങ്കിൽ പുറത്തൊക്കെ വരുന്ന കറങ്ങി നമ്മൾ കളിക്കാൻ പോയാൽ നമുക്ക് 90 മിനിറ്റ് കളിക്കണമെന്നില്ല. നമ്മളൊരു 90 മിനിറ്റ് കളിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ ആവശ്യത്തിലധികം എഫേർട്ടുകളുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അക്കാദമികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുട്ടികൾ നാളത്തേക്ക് പ്ലെയർ ആവണമെന്ന് വിചാരിച്ചിട്ടാണ് കുട്ടികൾ ചേർത്തുന്നത്. ഒരു 7 കൊല്ലം 8 കൊല്ലം 9 കൊല്ലം അതിൻ്റെ പുറകിലെടുക്കുന്ന എഫേർട്ടിനെ കുറിച്ച് ആൾക്കാർ അതേപോലെ ഓരോ മാച്ചിന് പ്രിപ്പയർ ആകുമ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉറക്കം, നമ്മൾ പ്രോപ്പർ റെസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളും നിർത്താനുള്ള സൂചികയാണ്. എന്തായാലും പ്രദീപ് ആ ചോദ്യത്തിന് ഉത്തരം പറയും. അപ്പോൾ പ്രദീപ് ഇന്ത്യക്ക് വേണ്ടി കുറേ കളിച്ച ആളാണ്. 2014 ഏഷ്യ കപ്പൊക്കെ നമ്മൾ ഈ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും അത് പ്രശ്നമാണ് നമുക്ക്. ഫസ്റ്റ് 45 മിനിറ്റ്സിൽ നിങ്ങൾ ഗംഭീരമായി കളിക്കുന്നുണ്ട്. സെക്കൻഡ് 45 മിനിറ്റ്സിലേക്ക് വരുമ്പോഴും നിങ്ങൾ വീക്കാവും. അതായത് നമുക്കറിയാം, നമ്മൾ കളിക്കുന്ന ടീമുകളെ അപേക്ഷിച്ച് എന്തോ മിഡിൽ ഈസ്റ്റ് ടീമുകളൊക്കെ പരസ്പരം തന്നെ വെക്കാൻ അവർക്ക് സ്വന്തമായിട്ട് അവർ രാജ്യത്ത് അവർ കളിക്കുന്നുണ്ടാവില്ല. പക്ഷെ അവർ കളിക്കുന്ന ലീഗുകൾ ഇന്ത്യനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ലീഗുകളിലാണ് അവർ കളിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ക്യാമ്പുകളെല്ലാം ചിലപ്പം യൂറോപ്പിലായിരിക്കും ആ ടീം ഒരുമിച്ച് കൂടുന്നത്. അതേപോലെ കളിക്കും. ആ ഒരു ഡിഫറൻസ് നമ്മളൊക്കെ ആലോചിച്ചൊക്കെ ഗോബൂട്ടിന്റെ ടൈമിൽ പ്രതികൂട്ടം കളിക്കുന്ന സമയത്ത് ആലോചിച്ചൊക്കെ ഒരു മാസം ബാഴ്സലോണയിലായിരുന്നു ക്യാമ്പ്. അവർ ഏഷ്യ കപ്പിൽ നല്ല കളി വെച്ചില്ലേ, എല്ലാവരും അടുത്ത് പിടിച്ചു നിന്നിട്ട് അവർ ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ പ്രിപ്പറേഷൻ അനുസരിച്ച് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ച്. നമ്മൾ ഫിസിക്കലി മോശമാണ്, ഫിസിക്കലി അത്ര നല്ലതല്ല എന്നുള്ളതൊന്നും ഞാൻ പറയില്ല. നമ്മളതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ കളിക്കാൻ എങ്ങനെ റെഡി ആവുന്നു, പേഴ്സണലി ഞാൻ എങ്ങനെ റെഡി ആവുന്നു, ടീം എങ്ങനെ റെഡി ആവുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ തന്റെ രാഷ്ട്രീയം ഈ സ്പോർട്സിൽ ബാധിക്കപ്പെടുന്നത്? കാരണം ഇന്നത്തെ ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് ഒളിമ്പിക്സ് മെഡൽ ഗംഗയിൽ വലിച്ചെറിയപ്പെടുന്ന കായിക താരങ്ങളെയാണ് കാണുന്നത്. അപ്പം ഈ തൻ്റെതായ രാഷ്ട്രീയം, താൻ വരുന്ന സ്ഥലത്തിന്റെ രാഷ്ട്രീയം ഇന്ത്യൻ ടീമിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാമ്പുകളിൽ പോകുമ്പോൾ എവിടെയെങ്കിലും അങ്ങനെ ഒറ്റപ്പെടുത്തലോ മറ്റു തരത്തിലുള്ള അപകടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളൂ? അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ രാഷ്ട്രീയം ഫുട്ബോളിൽ മറ്റ് കായിക ഇനങ്ങളിൽ വരുന്നതിനെ പറ്റി അഭിപ്രായം? എൻ്റെ രാഷ്ട്രീയം എന്നെ എവിടെയും ഒറ്റപ്പെടുത്തിയിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് സ്പോർട്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അധികം ആൾക്കാർ രാഷ്ട്രീയം പറയുന്ന ആൾക്കാർ കൂടുതലുണ്ട്. വളരെ കുറച്ചുള്ള ആൾക്കാർ മാത്രമാണ് രാഷ്ട്രീയം പറയുന്നത്. ആരും അങ്ങനെ എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു, അല്ലാതെ അതൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി എടുക്കുന്നത് മീഡിയയിൽ ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഞാൻ കാണും. അല്ലാതെ ആരും കൃത്യമായ രാഷ്ട്രീയം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടൊരു രാഷ്ട്രീയം പറയുന്ന ആൾക്കാർ വളരെ കുറവായിട്ടാണ് ഞാൻ സ്പോർട്സ് മേഖലയിൽ കണ്ടത്. അതിൽ തന്നെ സംസാരിക്കുന്ന ആൾക്കാർ പോലും വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഏറ്റവും വലിയ വലിയ ആൾക്കാരൊന്നും ഒരു കാര്യത്തിനും സംസാരിക്കാറില്ല. അവർക്ക് നഷ്ടപ്പെടാൻ ഇഷ്ടംപോലെ കാര്യം ഉണ്ടാവാം എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യമാണെങ്കിൽ പുറത്തുള്ള ആവശ്യമുള്ള കാര്യമാണ്. സംസാരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. നമ്മുടെ സംസാരം കൂടുതലും ഗ്രൗണ്ടുകളിലാണ് ഞാൻ കാണുന്നത്. എന്തായാലും വളരെ നല്ല ചോദ്യങ്ങൾ വന്നു, നല്ല ഡിസ്കഷനായിട്ട് മാറി. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ റിസൾട്ടായിട്ട് എന്താണ് നമ്മുടെ ഫുട്ബോൾ നല്ല ഉയരങ്ങളിലേക്ക് വരണം. അത് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. പതിവ് പ്രാർത്ഥനയുമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു വെരി മച്ച്. ഈ വീഡിയോ എല്ലാവർക്കും